Hello everyone, welcome to yet another lecture in the Prelims Hacker series presented by Dakshina Learnings. ഈ ഒരു യു പി എസ് സിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു പോകുന്ന ഈ ഒരു തീം ബേസ്ഡ് സീരീസിൽ ഇന്നത്തെ തീം എന്ന് പറയുന്നത് മോഡേൺ ഹിസ്റ്ററിയിലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള ആഡ്വെന്റ് ഓഫ് യൂറോപ്പിയൻസ് ഇൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്കാണ്. യൂഷ്വലി എല്ലാവരും മോഡേൺ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ മോഡേൺ ഹിസ്റ്ററിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ബ്രിട്ടീഷ് വന്ന ശേഷമുള്ള കാലമാണ് എല്ലാവരും പഠിക്കുക, അല്ലെങ്കിൽ ബ്രിട്ടീഷ് വന്നിട്ടുള്ള കാലത്തിന് ശേഷം അവർ ചെയ്തിട്ടുള്ള റിഫോംസ്, അവർക്കെതിരെയുള്ള നമ്മുടെ മൂവ്മെന്റ്സ്, ഇൻഡിപെൻഡൻസ് സ്ട്രഗിൾ, ഇതെല്ലാമാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുക. പക്ഷേ ആക്ച്വലി ബ്രിട്ടീഷ് വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ബ്രിട്ടീഷ് ആയിരുന്നു ആദ്യം ഇങ്ങോട്ട് വന്നിട്ടുള്ള യൂറോപ്യൻസ്. വേറെ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? അവർ തമ്മിൽ എന്തൊക്കെ പവർ സ്ട്രഗിൾസ് ആണ് ഉണ്ടായിട്ടുള്ളത്? അവർ തമ്മിൽ വാർസ് ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണത്? എങ്ങനെയാണ് ഫൈനലി ഇപ്പോൾ ബ്രിട്ടീഷ് ആണ് ഫൈനലി ഇന്ത്യയിൽ ഒരു മേജർ പവർ ആയിട്ട് ബിൽഡപ്പ് ആയത്? സോ എങ്ങനെയാണ് ബ്രിട്ടീഷിന് അങ്ങനെ ഒരു പവർ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റിയത് ഇന്ത്യയിൽ? ഇങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഏർലി മോഡേൺ ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്കാണ്. ആക്ച്വലി എല്ലാവരും യു പി എസ് സി സ്റ്റുഡൻസ് അത്ര ഫോക്കസ് ചെയ്ത് പഠിക്കാത്തൊരു ഏരിയ ആണിത്. കാരണം എല്ലാവരും ബ്രിട്ടീഷിന് ശേഷമുള്ള കാലമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ബട്ട് അങ്ങനെ ഒരു സംഭവം ഒഴിവാക്കാനായിട്ട് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ട്സ് ആണ് ഞാനിതിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ എല്ലാ പോയിന്റ്സും ഞാൻ ഡിസ്കസ് ചെയ്ത് തന്നെ പോകും. സോ ഈ ഒരു ലെക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫൈനൽ വരെ കാണുക. സോ എപ്പോഴത്തെയും പോലെ തന്നെ ഈ ഒരു തീം ബേസ് സീരീസ് എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ആദ്യം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരും യു പി എസ് സിയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കത് ആദ്യം നോക്കാം. എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്, ഏത് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്, ആൻഡ് കുറച്ച് കീവേഡ്സ് നോക്കാൻ, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ യു പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us see the questions that were asked in the previous year. So first question, with reference to Indian history, consider the following statements. ഒരു statement based questions ആണ് വന്നിട്ടുള്ളത്. The Dutch established their factories or warehouses on the east coast of lands granted to them by Gajapati rulers. Second statement, Alfonso de Albuquerque captured Goa from Bijapur Sultanate. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മുടെ മോഡേൺ ഈ ഒരു പോർഷനിലെ. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും ഡിസ്കസ് ചെയ്ത് പോകും. The English East India Company established a factory at Madras on a plot of land leased from a representative of Vijayanagara Empire. സോ ഇവർക്കൊക്കെ എങ്ങനെയാണ് കമ്പനീസ് കിട്ടിയിട്ടുള്ളത്, എവിടെയാണ് സെറ്റിൽ ചെയ്തിട്ടുള്ളത് ഉള്ള രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ വൺ ഓഫ് ദി മേജർ പോയിന്റ് ഓഫ് ഡിസ്കഷൻസ് ആണ് ഇന്നത്തെ ടോപ്പിക്കിൽ. So after discussing, you will be able to attend this question with much clarity. So കൂടുതൽ നേരം ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കാൻ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാനുള്ളതുകൊണ്ട് പെട്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കാതെ പറഞ്ഞു പോവുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് 17th century, in which of the following was or were the factories of English East India Company located? Again കമ്പനി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറീസ് ഒക്കെ 17th centuryയുടെ ഫസ്റ്റ് ക്വാർട്ടറിൽ എവിടേക്കാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ബ്രോച്ച്, ചിക്കഗോൾ, ട്രിച്നോപോളി, ഇതിൽ എവിടെയൊക്കെയാണുള്ളത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് വൺ, വിത്ത് റെഫറൻസ് ടു ഫസ്റ്റ് കർണാട്ടിക് വാർ. കർണാട്ടിക് വാർ എന്ന് പറയുന്നത് ഫ്രഞ്ചും ഇംഗ്ലീഷും തമ്മിലുള്ള ഒരു വാർ ആണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കർണാട്ടിക് വാർ വാസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ആംഗ്ലോ ഫ്രഞ്ച് വാർ ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ നടന്ന ഇംഗ്ലീഷ് അതേപോലെ ഫ്രഞ്ച് തമ്മിലുള്ള ഒരു വാറിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് കർണാട്ടിക് വാറെ കാണുന്നത് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് ശരിയാണെന്ന് നമുക്ക് ഈ ഒരു ലെക്ചർ കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും. അതേപോലെ ഇറ്റ് എൻഡഡ് വിത്ത് ട്രീറ്റി ഓഫ് പീസ് ഓഫ് പാരീസ്. ട്രീറ്റി ഓഫ് പീസ് ഓഫ് പാരീസ് വെച്ചിട്ടാണ് എൻഡ് ചെയ്തത്. ദ വാർ റിവീൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് നേവൽ ഫോഴ്സ് ഇൻ ദ ആംഗ്ലോ ഫ്രഞ്ച് കോൺഫ്ലിക്ട് ഇൻ ദ ഡെക്കാൻ. നേവൽ ഫോഴ്സ് അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വാർഫെയറിൽ ഈ ഒരു കർണാട്ടിക് വാർ കാണിച്ചു തന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നും നമ്മുടെ ഈ ഒരു ടോപ്പിക് കഴിയുമ്പോഴത്തേക്കും. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, both Dutch and English East India companies attempted to control the town of Masulipatanam. മസൂലിപട്ടണം എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏർലി മോഡേൺ സൈറ്റ് ആണ്. ഒരുപാട് ഫോഴ്സസ് ഈ മസൂലിപട്ടണം ക്യാപ്ചർ ചെയ്യാനും അവിടെ സെറ്റിൽമെന്റ് ഉണ്ടാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. വിൽ ഡിസ്കസ് അബൌട്ട് ഇറ്റ്. സെക്കൻഡ് വൺ, ഇറ്റ് ബിക്കേം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർട്ട് ഓൺ ദ ആന്ധ്ര കോസ്റ്റ് ഇൻ ദ 17th century. 17th centuryയിൽ മസൂലിപട്ടണം ഒരു ഇമ്പോർട്ടൻറ്റ് പോർട്ടായി മാറി. മസൂലിപട്ടണം ആന്ധ്രാപ്രദേശിലെ ഒരു സൈറ്റ് ആണ്. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് പോർട്ടായി മാറി 17th centuryയിൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടു. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു പോർഷനിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇനി നമുക്ക് അധികം ടൈം കളയാൻ ഇല്ലാതെ ഡയറക്റ്റ്ലി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഇന്ത്യയിൽ ഞാൻ പറഞ്ഞല്ലോ ബ്രിട്ടീഷിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയുന്നത്. ബട്ട് ഫസ്റ്റ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള യൂറോപ്യൻ പവേഴ്സ് ആരാന്നറിയോ? അത് പോർച്ചുഗീസ് ആണ്. പോർച്ചുഗീസ് ആണ് ആക്ച്വലി ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ള യൂറോപ്യൻ പവേഴ്സ്. അത് കുറച്ചുകൂടെ നമ്മുടെ കേരളത്തിന്റെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം പോർച്ചുഗീസ് വന്നത് എവിടെയാണ്?
എല്ലാവർക്കും അറിയായിരിക്കും. കോഴിക്കോടിലെ കാപ്പാട് ബീച്ചിലാണ് വന്നിട്ടുള്ളത്. ആരാ വന്നത് ആദ്യമായിട്ട്? വാസ്കോ ഡ ഗാമ. ഇതൊക്കെ കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് കേരളത്തിലെ ഹിസ്റ്ററി മാത്രമല്ല, ഇന്ത്യയുടെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോഴും വേൾഡ് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഹിസ്റ്ററിയിൽ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഇന്ത്യയിലോട്ടുള്ള ഒരു സീ റൂട്ട് കണ്ടുപിടിക്കുകയാണ്. ആ സമയത്ത് എങ്ങനെയായിരുന്നു ട്രേഡ് ഒക്കെ നടക്കുന്നതെന്ന് വെച്ചാൽ, ആ സമയത്ത് ഇന്ത്യയിലെ തന്നെ, ഇപ്പൊ കേരളത്തിൽ ആണെങ്കിലും തന്നെ, കേരളത്തിലെ കോസ്റ്റിലൊക്കെ ട്രേഡ് നടത്തിക്കൊണ്ടിരുന്നത് അറബ്സ് ആണ്. ഓക്കെ, ഈജിപ്ഷ്യൻസിന്റെ അണ്ടറിലും അതുപോലെ അറബ്സിന്റെ അണ്ടറിലും ഒക്കെ ആയിരുന്നു ഇവിടുത്തെ ട്രേഡ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ പവേഴ്സിന് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും റോ മെറ്റീരിയൽസ്, പ്രൊഡക്ട്സ് ഒക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ അറബ്സിന്റെ ഒരു സപ്പോർട്ട് വേണ്ടിയിരുന്നു. ഓക്കെ, അറബ്സ് ഇന്റർമീഡിയറീസ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് യൂറോപ്യൻ പവേഴ്സ് ആയിട്ടുള്ള പോർച്ചുഗീസ്, സ്പെയിൻ ഒക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ അറബ്സ് ഒരു ഇന്റർമീഡിയറ്റ് ആയി നിന്നുകൊണ്ട് അങ്ങനെയാണ് ഇവിടുന്ന് പ്രൊഡക്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇവർക്കൊക്കെ ഒരുപാട് ഹൈ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. കാരണം ഇന്റർമീഡിയറ്റ്സിന് ഒരു കമ്മീഷൻ ഒക്കെ ഉണ്ടാവും. അത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും. അതേപോലെ തന്നെ ഈ റെഡ് സീ റൂട്ടിലൂടെയായിരുന്നു ട്രേഡ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. ദിസ് റെഡ് സീ റൂട്ട് വാസ് കംപ്ലീറ്റ്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് അറബ്സ്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻസിനും നല്ല രീതിയിൽ ഒരു ഈസ്റ്റിൽ നിന്ന്, നമ്മുടെ ഇന്ത്യ അതുപോലെ ഇന്തോനേഷ്യ, അതൊക്കെ ഈസ്റ്റ് കൺട്രീസ് ആണല്ലോ. സോ ഈസ്റ്റിൽ നിന്നൊക്കെ, ഓറിയന്റൽ കൺട്രീസ് എന്ന് പറയും, ഇവിടെ നിന്നൊക്കെ ട്രേഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദിസ് ഹ്യൂജ് എമൗണ്ട് ദാറ്റ് ദേ ഹാവ് ടു ഗിവ്. സോ അങ്ങനെയുള്ള ഒരു സമയത്താണ് പോർച്ചുഗീസ് അതേപോലെ യൂറോപ്യൻ പവേഴ്സ് വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യയിലോട്ടുള്ള ഒരു സീ റൂട്ട് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം. സോ ഇപ്പോൾ പോർച്ചുഗീസ് ആണ് ആദ്യം ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞു. സോ പോർച്ചുഗീസ് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടുത്തെ ഒരു റൂളർ, ആസ് യു ക്യാൻ സീ ഇൻ ദിസ് PPT, പ്രിൻസ് ഹെൻറി ആയിരുന്നു ആ സമയത്ത് പോർച്ചുഗലിലെ റൂളർ. ഓക്കെ, പ്രിൻസ് ഹെൻറി ഈസ് അതർവൈസ് നോൺ ആസ് നാവിഗേറ്റർ. അയാളുടെ ഒരു നിക്നെയിം ആണ് നാവിഗേറ്റർ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, നാവിഗേറ്റ് ചെയ്യാൻ, അതുപോലെ നേവി ബിൽഡ് ചെയ്യാൻ, യാത്ര ചെയ്യാനൊക്കെ വളരെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് പ്രിൻസ് ഹെൻറി ഓഫ് പോർച്ചുഗൽ. സോ പ്രിൻസ് ഹെൻറിയുടെ ഒരു ആഗ്രഹമായിരുന്നു ഫാർ ഈസ്റ്റിലേക്കുള്ള പ്ലേസസ് ഒക്കെ ക്യാപ്ചർ ചെയ്യാനേക്കാളും കൂടുതൽ ബെറ്റർ ടേം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടുത്തെ റോ മെറ്റീരിയൽസ്, അവിടുത്തെ പ്രൊഡക്ട്സ് എല്ലാം അക്വയർ ചെയ്തിട്ട് ഇവിടെ യൂറോപ്യൻ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുക എന്നുള്ളത് പ്രിൻസ് ഹാരിയുടെ ഒരു വലിയൊരു ഡ്രീം ആയിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്താണ് ബാർത്തോലോമ്യൂ ഡയാസ് എന്ന് പറഞ്ഞ ഒരാള്, പോർച്ചുഗീസ് പേഴ്സൺ, എ നാവിഗേറ്റർ, ക്രോസ്ഡ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയുടെ താഴെയുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, അത് ക്രോസ് ചെയ്തിട്ട് ആദ്യമായിട്ട് പോർച്ചുഗീസിന് വരാൻ പറ്റി ഇൻ ദ ഇയർ 1487. സോ അതൊരു ബിഗ് ടേണിംഗ് പോയിന്റ് ആണ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് പോർച്ചുഗീസ്. കാരണം ഇന്ത്യയിലേക്കുള്ള, ഫാർ ഈസ്റ്റിലേക്കുള്ള ഒരു സീ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് പോസിബിൾ ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. സോ ഫസ്റ്റ് ബാർത്തലോമ്യൂ ഡയാസ് ക്രോസ്ഡ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ഇൻ ആഫ്രിക്ക ഇൻ 1487. അതിനുശേഷമാണ് ആക്ച്വലി ഒരു എന്തൂസിയാസം ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് ഈസ് പോസിബിൾ, ഒരു സീ റൂട്ട് കണ്ടുപിടിക്കാൻ പോസിബിൾ ആണെന്ന് മനസ്സിലായി. ആ ഒരു സമയത്താണ് ആക്ച്വലി വാസ്കോ ഡ ഗാമ 1498 കാപ്പാട് ബീച്ചിലേക്ക് എത്തുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അബ്ദുൾ മജീദ്, ഒരു ഗുജറാത്ത് നേവിഗേറ്ററാണ് അബ്ദുൾ മജീദ് എന്ന് പറയുന്നത്. സോ അബ്ദുൾ മജീദിന്റെ ഹെൽപ്പോടുകൂടി വാസ്കോ ഡ ഗാമ ഇവിടെ കാപ്പാട് ബീച്ച്, കോഴിക്കോട് കാപ്പാട് ബീച്ചിലേക്ക് എത്തുകയാണ്. ഇത് ഒരു പോർച്ചുഗീസ് ഹിസ്റ്ററിയിൽ വളരെയധികം വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ്. ആൻഡ് ഇവിടെ വന്ന ശേഷം, വാസ്കോ ഡ ഗാമ ഇവിടെ എത്തിയ ശേഷം, കാലിക്കറ്റിലെ റൂളർ, അപ്പോൾ ആ സമയത്തെ റൂളർ സാമൂതിരി എന്നൊക്കെ പറയാമല്ലോ, സാമോറിൻ വളരെ സന്തോഷത്തോടെയാണ് ഈ ഒരു വാസ്കോ ഡ ഗാമയെ സ്വീകരിച്ചത്. വാസ്കോ ഡ ഗാമ കൊടുത്തിട്ടുള്ള കുറച്ച് പ്രസൻസ് ഒക്കെ സ്വീകരിച്ചു. ബട്ട് സാമോറിൻ അത്ര ഹാപ്പി ഒന്നും ആയിരുന്നില്ല വാസ്കോ ഡ ഗാമ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ കണ്ടിട്ട്. അത് വളരെ ചീപ്പായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പല ഹിസ്റ്റോറിയൻസും. ബട്ട് എന്തായാലും അത്ര മോശമായിട്ടൊന്നും അല്ല ഈ ഒരു സിറ്റുവേഷനെ കണ്ടിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, അറബ് ട്രേഡേഴ്സ് ഒക്കെയാണ് ഇവിടെ അറബ് ട്രേഡേഴ്സ് ആണ് ഇവിടെ മാർക്കറ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. സോ ഈ വാസ്കോ ഡ ഗാമ ഇവിടെ വന്നിട്ട് സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കി കുറച്ച് പെപ്പർ അതുപോലെ സ്പൈസസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് യൂറോപ്യൻ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയാണ്. ആൻഡ് ഇത് വളരെയധികം ഫേമസ് ആയി പോർച്ചുഗലിൽ. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇത്ര കാലം ഇന്റർമീഡിയറീസ് വഴി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പൈസ ചെലവായിരുന്നു. ഇത് വളരെയധികം പ്രോഫിറ്റബിൾ ആയിട്ട് പോർച്ചുഗീസിന് തോന്നി. അങ്ങനെ ഈ ഒരു സംഭവം ഫേമസ് ആവുകയും കൂടുതൽ വോയേജസ് ഇന്ത്യയിലോട്ട്, കൂടുതൽ നാവിഗേഷൻ, ഇന്ത്യയുടെ ഈ ഒരു സംഭവം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോർച്ചുഗലിൽ നിന്ന് ഒരു പെർമിഷൻ കിട്ടുകയാണ്. ആക്ച്വലി ഇന്ത്യ വാസ് നോൺ ആസ് ദി വളരെയധികം റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് യൂറോപ്യൻസ് ഒക്കെ. സോ ആ ഒരു സമയത്താണ് ട്രീറ്റി ഓഫ് ടോർഡസില്ലസ് എന്ന് പറഞ്ഞൊരു ട്രീറ്റി
സ്പെയിനും പോർച്ചുഗീസും തമ്മിൽ സൈൻ ചെയ്യുന്നത്. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1494. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ട്രീറ്റിയാണ്. ഈ ഒരു ട്രീറ്റി പ്രകാരം എന്താ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്പെയിനും പോർച്ചുഗീസിനും ഈ വേൾഡ് കൺട്രീസിന്റെ മാർക്കറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ അറ്റ്ലാന്റിക് ഓഷ്യനിൽ ഒരു ഇമാജിനറി ലൈൻ വരച്ചിട്ട് അതിന്റെ ഈസ്റ്റിലോട്ടുള്ള പോർഷൻസ് മൊത്തം, ഈസ്റ്റിലോട്ടുള്ള കൺട്രീസ് മൊത്തം പോർച്ചുഗീസിന് ട്രേഡ് ചെയ്യാനുള്ള ഒരു പെർമിഷനും, അതുപോലെ വെസ്റ്റിലോട്ടുള്ള കൺട്രീസ് മൊത്തം സ്പെയിനിന് ട്രേഡ് ചെയ്യാനുള്ള ഒരു പെർമിഷനുമാണ് ഈ ഒരു ട്രീറ്റി ഓഫ് ടോർഡെസിലസ് പ്രകാരം കൊടുത്തിട്ടുള്ളത്. സോ ഒബ്വിയസ്ലി പോർച്ചുഗീസിന്റെ ആഗ്രഹവും ഈസ്റ്റിലോട്ട് ട്രേഡ് ചെയ്യാനായിരുന്നു, ഇന്ത്യയിലോട്ട് വരാനായിരുന്നു. ഈ ഒരു ട്രീറ്റി ഓഫ് ടോർഡെസിലസ് 1494 പ്രകാരം പോർച്ചുഗീസിന് സുഖമായിട്ട് ഇന്ത്യയിലോട്ട് വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്തു. ആൻഡ് ലേറ്റർ അതിനു മുമ്പ് തന്നെ നമ്മുടെ വാസ്കോഡ ഗാമ അതിനുശേഷമാണ് വാസ്കോഡ ഗാമ 1498 ഇങ്ങോട്ട് വരുന്നത്, ഈ ഒരു ട്രീറ്റി ഓഫ് ടോർഡെസിലസിന് ശേഷം. അതിനുശേഷം ഒരുപാട് വോയേജേഴ്സ്, നാവിഗേറ്റേഴ്സ് ഇവിടെ വരുന്നു. അതിലേറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു നാവിഗേറ്ററുടെ പേരാണ് പെഡ്രോ ആൽവാരസ് കെബ്രാൽ. പെഡ്രോ ആൽവാരസ് കെബ്രാൽ 1500 വരുന്നത്. ആഫ്റ്റർ വാസ്കോഡ ഗാമ കെയിം. വാസ്കോഡ ഗാമ ഈ ട്രീറ്റി ഓഫ് ടോർഡെസിലസിന് ശേഷം ഇങ്ങോട്ട് വരുന്നുണ്ട് 1998. അതിനുശേഷം ഒരു 3 months ഇവിടെ ഇന്ത്യയിൽ നിൽക്കുന്നു. എന്നിട്ട് ഇവിടെ സ്പൈസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം 1500 പെഡ്രോ ആൽവാരസ് കാബ്രൽ വരും. എന്നിട്ട് പെഡ്രോ ആൽവാരസ് കാബ്രലിനെ കുറിച്ച് പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, കെബ്രാൽ കൊച്ചിയിലുള്ള ഒരു ഫാക്ടറി, പോർച്ചുഗീസ് ഫാക്ടറി സെറ്റപ്പ് ചെയ്യും. അതാണ് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്. കൊച്ചിയിൽ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു പോർച്ചുഗീസിന്. ഇറ്റ് വാസ് സെറ്റപ്പ് ബൈ പെഡ്രോ ആൽവാരസ് കെബ്രാൽ. സോ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, കൊച്ചിയിലുള്ള ആൾക്കാർ, ലോക്കൽസ്, ഈ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്തതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. ആൻഡ് ഈ കാബ്രൽ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇതിന്റെ പ്രതികാരം വീട്ടാനായിട്ട് കുറെ അറബ്സിനൊക്കെ കൊല്ലുകയാണ്. അവിടെ നിന്നാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ അറബ്സും പോർച്ചുഗീസും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ഡീപ്പൻ ചെയ്യും. സോ ആദ്യം വാസ്കോഡ ഗാമ വന്നപ്പോൾ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബട്ട് അതിനുശേഷം ഈ കെബ്രാൽ വന്ന ശേഷം അറബ്സായിട്ട് ഉള്ളൊരു ടേംസ്, പോർച്ചുഗീസും അറബ്സും തമ്മിൽ ഒരു ടേംസ് ഒക്കെ വളരെയധികം മോശമാകാൻ തുടങ്ങി. ആൻഡ് സമോറിൻ വാസ് ഓൾസോ അപ്രിഹെൻസീവ് അബൌട്ട് ഇറ്റ്. സമോറിന്റെ കുറെ കാലമായിട്ട് അറബ്സ് ആയിരുന്നു അവർക്ക് പ്രൊഡക്ട്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ സമോറിൻ വാസ് ഓൾസോ അഗെയിൻസ്റ്റ് പോർച്ചുഗീസ്. സമോറിനും ഒരു പ്രശ്നം ഉണ്ടായി പോർച്ചുഗീസിന് ശേഷം. ഇതാണ് അതിന്റെ തുടക്കം. അതിനുശേഷം ഉണ്ടായ ഒരു പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, വാസ്കോഡ ഗാമ റിട്ടേൺ ചെയ്യുന്നുണ്ട്. നേരത്തെ 1498 വാസ്കോഡ ഗാമ വന്നു, അതിനുശേഷം കെബ്രാൽ വന്നു, വീണ്ടും വാസ്കോഡ ഗാമ ഇൻ ദ ഇയർ 1501 വരുന്നുണ്ട്. ആ സമയത്ത് ആക്ച്വലി വാസ്കോഡ ഗാമ കുറച്ചുകൂടെ ഭയങ്കര ഒരു എക്സ്ട്രീം കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആദ്യം വന്ന പോലെ ഒരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് മാത്രമായിരുന്നില്ല, ഇവിടെ പവർ കൺസോളിഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റും കൂടെ ഈ വാസ്കോഡ ഗാമയ്ക്ക് വരികയാണ്. ആൻഡ് അറബ്സിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നുള്ളൊരു ഫീലിംഗ് വരികയാണ്. ആക്ച്വലി ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരുപാട് ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു. അറബ്സ്, അതുപോലെ ആഫ്രിക്കൻസ്, അതേപോലെ കുറച്ച് ചൈനീസ് ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു, ജാപ്പനീസ് ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇവരൊക്കെ വെറും കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇവിടെ ഒരു മോണോപോളി ഉണ്ടാക്കണം, ട്രേഡിംഗ് മോണോപോളി ഉണ്ടാക്കണം, അങ്ങനത്തെ ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പോർച്ചുഗീസ് ആണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു മോണോപോളി ഉണ്ടാക്കാൻ നോക്കുന്നത്. ഫുൾ ട്രേഡും തന്റെ കയ്യിലേക്ക് വരണം എന്നാണ് ഈ പോർച്ചുഗീസ് വിചാരിച്ചിട്ടുള്ളത്. സോ അതാണ് ആക്ച്വലി വാസ്കോഡ ഗാമ സെക്കൻഡ് ടൈം 1501 ഇങ്ങോട്ട് വന്നപ്പോൾ ചെയ്യാൻ നോക്കിയത്. വാസ്കോഡ ഗാമ കാണുന്ന അറബ് ഷിപ്സിനെയൊക്കെ ഇറക്കാൻ നോക്കി, അതുപോലെ അറബ്സിനെയൊക്കെ കൊല്ലാൻ നോക്കി. അങ്ങനെ വളരെയധികം ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് വാസ്കോഡ ഗാമ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ മലയാളം മൂവി ഇയോപ്പിന്റെ പുസ്തകം പലരും കണ്ടിട്ടുണ്ടാവും, അതിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ പോർച്ചുഗീസ് ആക്ച്വലി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരുപാട് ഇൻഹ്യൂമൻ പ്രാക്ടീസസ്, സ്ലേവറി, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഈ ഒരു PPT-യിൽ നോക്കൂ. പോർച്ചുഗീസ് കമ്പനി ബിക്കെയിം ദ ഫസ്റ്റ് യൂറോപ്യൻ ട്രേഡ് കമ്പനി ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ട്രേഡ് പോസ്റ്റ് ഇൻ ഇന്ത്യ. അങ്ങനെ പോർച്ചുഗീസ് ബിക്കെയിം ദി ഫസ്റ്റ് കമ്പനി ടു എസ്റ്റാബ്ലിഷ് ട്രേഡ് പോർട്സ്. ഇന്ത്യയിൽ ട്രേഡ് പോർട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫസ്റ്റ് കമ്പനിയായി മാറിയത് പോർച്ചുഗീസിന്റെ. ആൻഡ് ദേ എസ്റ്റാബ്ലിഷ് ദർ ട്രേഡിംഗ് സെറ്റിൽമെന്റ്സ് അറ്റ് കൊച്ചിൻ, ഗോവ, ഡാമൻ ആൻഡ് ദിയു, സാൽസെറ്റ് ആൻഡ് ബാസിൻ ആൻഡ് ബോംബെ. ഇത്രയും സ്ഥലങ്ങളിലാണ് പോർച്ചുഗീസിന് കമ്പനീസ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. And next topic is important Portuguese personalities. ഇപ്പൊ പോർച്ചുഗീസ് എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, എങ്ങനെയാ വന്നതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർച്ചുഗീസ് ആക്ച്വലി ഇവിടെ കുറച്ച് പോർച്ചുഗീസിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഗവർണേഴ്സിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗവർണേഴ്സിനെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗവർണേഴ്സ് ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അവരാണ് ഇവിടുത്തെ പവേഴ്സ് എല്ലാം കൺസോളിഡേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ഈ പ്രിൻസ് ഹാരി എന്താണ് വിചാരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ,
അവരൊരു പോർച്ചുഗീസ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ആ സമയത്ത് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. സോ അവർ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് ഇപ്പോൾ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഇവിടെ ഫുൾ ട്രേഡേഴ്സ് അറബ്സ് ആയിരുന്നു, സോ മുസ്ലിംസ് ആയിരുന്നു. സോ മുസ്ലിംസിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം, അതുപോലെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ പ്രിൻസ് ഹാരിക്ക് ഉണ്ടായിരുന്നു. സോ അതൊക്കെ നടപ്പിലാക്കാനും വേണ്ടിയും അതുപോലെ തന്നെ ഇവിടെ ഒരു മോണോപ്പൊളി സൃഷ്ടിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ കുറച്ച് ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഒരു 3 ഇമ്പോർട്ടന്റ് പോർച്ചുഗീസ് ഗവർണേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. സോ ഫ്രാൻസിസ്കോ ഡി അൽമേഡ, he is the first Portuguese viceroy. He was appointed in the year 1505. 1505 ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലോട്ട് വരുന്നത് ഗവർണർ ആയിട്ട്, വൈസ്രോ ആയിട്ട്, ഇന്ത്യയുടെ മീൻസ് പോർച്ചുഗീസിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു വൈസ്രോ ആയിട്ട് ഇവിടെ വരുന്നത്. ആൻഡ് ഈ അൽമേഡയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പോർച്ചുഗീസും അറബ്സും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു, ഈജിപ്ഷ്യൻസും പോർച്ചുഗീസും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു. സോ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ അൽമേഡ വന്ന സമയത്ത് ഡ്യൂ പോർട്ടിന് അടുത്ത്, ഗുജറാത്തിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഡ്യൂ, ഡാമൻ ആൻഡ് ഡ്യൂ പോർട്ടിന് അടുത്ത് വെച്ചിട്ട് ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡയുടെ ഒരുപാട് ഷിപ്സ് ഈജിപ്ഷ്യൻ ആർമിയും അതുപോലെ ഗുജറാത്തി ആർമിയും ചേർന്നിട്ട് റെക്ക് ചെയ്തു. ഒരുപാട് നാശനഷ്ടം ഈ പോർച്ചുഗീസിന് ഉണ്ടാക്കി കൊടുത്തു, ഈജിപ്ഷ്യൻ ആർമിയും അതുപോലെ ഗുജറാത്തി ആർമിയും ചേർന്നിട്ട്. സോ അൽമേഡ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തൊട്ട് അടുത്ത വർഷം തന്നെ ഈ ഈജിപ്ഷ്യൻ ആർമീനെയും അതുപോലെ ഗുജറാത്തി ആർമീനെയും കംപ്ലീറ്റ്ലി തോൽപ്പിച്ചു. ആൻഡ് അതൊരു പോർച്ചുഗീസ് ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദ പോർച്ചുഗീസ് സ്ക്വാഡ്രൺ വാസ് ബീറ്റൺ ബൈ ദ കമ്പൈൻഡ് ഈജിപ്ഷ്യൻ ആൻഡ് ഗുജറാത്തി നേവീസ് ഇൻ എ നേവൽ ആക്ഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് ഡ്യൂ ഇൻ 1508. 1508 ഈ ഒരു ഇൻസിഡന്റ് നടന്നത്. ആൻഡ് അൽമൈഡാസ് സൺ വാസ് കിൽഡ്. ഇതിലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അൽമൈഡയുടെ സണ്ണ് ഈ ഒരു യുദ്ധത്തിൽ, ഈ ഒരു വാറിൽ മരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം റിറ്റാലിയേറ്റ് ചെയ്തു. ഇൻ ദ നെക്സ്റ്റ് ഇയർ അൽമേഡ അവെഞ്ച്ഡ് ഹിസ് ഡിഫീറ്റ് ബൈ അനൈഹിലേറ്റിംഗ് ബോത്ത് നേവീസ്. തൊട്ട് അടുത്ത വർഷം തന്നെ 2 നേവീസിനെയും അൽമേഡ എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തു, മീൻസ് ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു. ആൻഡ് അൽമേഡയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ബ്ലൂ വാട്ടർ പോളിസി, അതുപോലെ കാർട്ടേജ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഒരു ട്രേഡ് മോണോപ്പൊളി ഇന്ത്യയിൽ സൃഷ്ടിക്കണം എന്നായിരുന്നു ആഗ്രഹം. സോ അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആയിരുന്നു അൽമേഡ പ്രപ്പോസ് ചെയ്ത ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറഞ്ഞത്. ഇവർക്ക് ആക്ച്വലി ഇന്ത്യയിൽ ഫോർട്ട് ബിൽഡ് ചെയ്യുക, ബ്രിട്ടീഷിനെ പോലെ ഫോർട്ട് ബിൽഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും ആയിരുന്നില്ല ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇവർക്ക് ആക്ച്വലി ട്രേഡ് മോണോപ്പൊളി ഉണ്ടാക്കണം എന്നായിരുന്നു. സോ ട്രേഡ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഓഷ്യനിലൊക്കെയാണ്. സോ ബ്ലൂ വാട്ടർ പോളിസി അൽമേഡ പുട്ട് ഫോർവേഡ് ചെയ്തു. അതെന്താ മീൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പാസ് പോലെ ഒരു സിസ്റ്റം വേണം. അതിനാണ് കാർട്ടേജ് സിസ്റ്റം എന്ന് പറയുക, ഒരു ട്രേഡ് ലൈസൻസ് പോലെ. ആ ട്രേഡ് ലൈസൻസ് ഉള്ളവർക്ക് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനാണ് ഈ അൽമേഡ കൊണ്ടുവന്നത്. ഇറ്റ് ഈസ് ഫേമസ്ലി നോൺ ആസ് ബ്ലൂ വാട്ടർ പോളിസി. ബ്ലൂ വാട്ടർ പോളിസി എന്നുള്ളത് വളരെ ഫേമസ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ മോക്കിലും ഒക്കെ വരാം ഈ ബ്ലൂ വാട്ടർ പോളിസി എന്നൊക്കെ പറയുന്നത്. സോ ഇതാണ് സംഭവം, ഒരു ട്രേഡ് ലൈസൻസ് പോലെ. അത് കിട്ടിയവർക്ക് മാത്രമേ ഇന്ത്യൻ ഓഷ്യനിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്, ഒരു മോണോപ്പൊളി, പോർച്ചുഗീസിന് താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ പോർച്ചുഗീസിന് മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഇവർ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ നോക്കിയത്. സോ അതാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് അൽഫോൺസോ ഡി ആൽബക്വർക്ക്. അൽഫോൺസോ ഡി ആൽബക്വർക്ക് ആണ് ആക്ച്വലി റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള പോർച്ചുഗീസ് ഗവർണർ ആയിട്ട് കണക്കാക്കുന്നത് അൽഫോൺസോ ഡി ആൽബക്വർക്കിനെ കുറിച്ചിട്ടാണ്. സോ ഇതിൽ PPT പറയുന്ന പോലെ തന്നെ ഹി ഈസ് ദ റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് പവർ ഇൻ ദ ഈസ്റ്റ്. ആൻഡ് ആൽബക്വർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ റീൻ സമയത്താണ് സതി അബോളിഷ് ചെയ്തിട്ടുള്ളത്. അബോളിഷൻ ഓഫ് സതി ഹാപ്പൻഡ് ഇൻ ദ റൂളിംഗ് പീരീഡ് ഓഫ് അൽഫോൺസോ ഡി ആൽബക്വർക്ക്. അതൊരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്, ഒരു ഫാക്ച്വൽ പോയിന്റ് ആണ്. അതിനുശേഷം ഹി ഓൾസോ ട്രൈ ടു ഇൻട്രൊഡ്യൂസ് പെർമിറ്റ് സിസ്റ്റം. ഈ അൽമേഡ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബ്ലൂ വാട്ടർ പോളിസി പോലെ തന്നെ ഒരു പെർമിറ്റ് സിസ്റ്റം കൊണ്ടുവരാൻ നോക്കി. ഈ പെർമിറ്റ് സിസ്റ്റം പ്രകാരം എന്താ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഷിപ്പ് ബിൽഡിംഗ്, അതുപോലെ ഷിപ്സിനൊക്കെ ട്രേഡിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു പെർമിറ്റ്, പോർച്ചുഗീസിന്റെ ഗവർണറിന് ഒരു പെർമിറ്റ് വേണം. ആ പെർമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഷിപ്സ് ഒക്കെ ബിൽഡ് ചെയ്യാനും ഷിപ്സ് ഒക്കെ ട്രേഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൽഫോൺസോ ഡി ആൽബക്വർക്ക് നോക്കിയിട്ടുള്ളത്. അതാണ് പെർമിറ്റ് സിസ്റ്റം. ഹീസ് അസോസിയേറ്റഡ് വിത്ത് പെർമിറ്റ് സിസ്റ്റം. ഇതൊക്കെ ഫാക്ച്വൽ പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വെക്കുക. സോ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുമ്പോൾ അൽമൈഡ, അതേപോലെ പെർമിറ്റ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആൽബക്വർക്ക്. ആ രീതിയിൽ കാണാതെ പഠിച്ചു വെക്കണം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് Albuquerque acquired Goa from Bijapur Sultan in 1510. 1510 ബീജാപ്പൂർ സുൽത്താന്റെ കയ്യിൽ നിന്ന് ആൽബക്വർക്ക് ഗോവ അക്വയർ ചെയ്തിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, അതൊരു ഫാക്ച്വൽ പോയിന്റ് ആണ്. എപ്പോഴാണ് ഗോവ അക്വയർ ചെയ്തത് അങ്ങനെ ചോദിക്കാം. 1510 ഗോവ വാസ് അക്വയർഡ് ഫ്രം
ബിജാപ്പൂർ സുൽത്താൻ. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഗോവ എന്ന് പറയുന്നത് പോർച്ചുഗീസിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർട്ടായിരുന്നു. അവരുടെ തന്നെ ഏറ്റവും എന്താ പറയാ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ പോർച്ചുഗീസ് എന്ന് പറയുമ്പോൾ അവരുടെ ഗോവ വാങ്ങിച്ച ആ ഒരു സംഭവമാണ് ഏറ്റവും ഫേമസ് ആയിട്ട് പറയാനുള്ളത്. ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഓൾസോ ഗോവ റിമെയിൻഡ് അണ്ടർ ദി റൂൾ ഓഫ് പോർച്ചുഗീസ് അല്ലെ. കുറെ കാലത്തിന് ശേഷമാണ് പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്ന് ഗോവ നമ്മൾ എടുക്കുന്നത് ഇൻ ദ ഇയർ 1961 ഐ തിങ്ക്. സോ ഗോവ അത്രയും കാലം പോർച്ചുഗീസ് ടെറിട്ടറി ആയിരുന്നു. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർട്ട് തന്നെയായിരുന്നു ഗോവ പോർച്ചുഗീസിന്. ആൻഡ് ഈ ഒരു ഗോവ ഇവര് വാങ്ങിച്ച ഈ ഒരു ടെറിട്ടറി ഗോവ ഇവര് വാങ്ങിച്ചപ്പോൾ പല ഹിസ്റ്റോറിയൻസും പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഉണ്ടല്ലോ, പണ്ട് സമയത്ത് ഇന്ത്യയിലെ ഒരുപാട് ടെറിട്ടറീസ് ഒക്കെ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ട് ഇന്ത്യയുടെ ഒരു ടെറിട്ടറി യൂറോപ്യൻസിന്റെ കയ്യിൽ പോകുന്നത് പോർച്ചുഗീസ് വരുമ്പോഴാണെന്നുള്ളതാണ് പറയുന്നത്. ബിജാപ്പൂർ സുൽത്താൻ ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഗോവ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഇസ് ദേ പ്രൊമോട്ടഡ് പോർച്ചുഗീസ് പീപ്പിൾ ടു ടേക്ക് ലോക്കൽ വൈഫ്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഒരു സോഫ്റ്റ് പവർ എന്നുള്ള രീതിയിൽ വേണം കാണാൻ. അതായത് പോർച്ചുഗീസ് ഒരുപാട് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വരുമല്ലോ, മീൻസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുമല്ലോ. ഇവിടുത്തെ ഈ ട്രേഡിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഈ പോർച്ചുഗീസ് എല്ലാവരോടും ഒരു എന്താ പറയാ ഇവിടുത്തെ വൈഫ്സിനെ സ്വീകരിക്കാൻ, ഇവിടെ മാരി ചെയ്ത് ഇവിടുത്തെ വൈഫിനെ സ്വീകരിക്കാൻ പറഞ്ഞു. ആൻഡ് എന്തിനാ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഇന്ത്യൻ സൊസൈറ്റിയിലേക്കൊന്ന് മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ അറിയാനും ഇവിടെ ഒരു പവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, അതിനൊരു സോഫ്റ്റ് പവർ നമ്മൾ പറയും, അതിനു വേണ്ടിയിട്ട് ലോക്കൽ വൈഫ്സിനെ എടുക്കാനുള്ള ഒരു കാര്യം അൽബക്കർക്കാണ് ഇങ്ങനത്തെ ഒരു ഐഡിയോളജി പുട്ട് ഫോർവേഡ് ചെയ്തത്. ആൻഡ് ഇതൊരു സോഫ്റ്റ് പവർ സ്ട്രാറ്റജി ഓഫ് അൽബക്കർക്കായിട്ടാണ് കണക്കാക്കുന്നത്, ലോക്കൽ വൈഫിനെ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ അത്രേ ഉള്ളൂ അൽഫോൻസോ ഡി ആൽബക്കർക്കിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ ഈസ് നീനോ ഡാ കുന്യ. നീനോ ഡാ കുന്യനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഹി മൂവ്ഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഫ്രം കൊച്ചിൻ ടു ഗോവ ഇൻ ദ ഇയർ 1530. ഈ ഇയർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചിൻ ആയിരുന്നു അത്രയും കാലം വരെ പോർച്ചുഗീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, അത് ഗോവയിലേക്ക് മാറ്റിയത് നീനോ ഡാ കുന്യാണ് ഇൻ ദ ഇയർ 1530. അത് ഓർത്തു വെക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ബഹാദൂർ ഷാ ഓഫ് ഗുജറാത്ത്. ഈ ഒരു പേരും ഓർത്തു വെക്കണം. ബഹാദൂർ ഷാ ഓഫ് ഗുജറാത്ത് സീഡഡ് ടെറിട്ടറി ഓഫ് ബാസീൻ ഇൻ 1534 ആൻഡ് ഗേവ് എ ബേസ് ഇൻ ഡ്യൂ. ആക്ച്വലി ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബഹാദൂർ ഷാ ഓഫ് ഗുജറാത്ത്, ബഹാദൂർ ഷായും അതുപോലെ തന്നെ ആ സമയത്ത് മുഗൾ റൂളർ ആരായിരിക്കും 1534 ആരായിരിക്കും മുഗൾ റൂളർ എന്ന് ആലോചിച്ച് നോക്കുക, ഹുമയൂൺ ആണ്. സോ ഹുമയൂണും ബഹാദൂർ ഷാവും തമ്മിൽ കുറച്ച് ക്ലാഷ് ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു നല്ല റിലേഷൻ അല്ല ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ബഹാദൂർ ഷാ പോർച്ചുഗീസിനോട് സൈഡ് ചെയ്യായിരുന്നു ആ സമയത്ത്. ആൻഡ് അവരെ അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെറിട്ടറി ഓഫ് ബാസീൻ എന്ന് പറഞ്ഞ ടെറിട്ടറി ഈ പോർച്ചുഗീസിന് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഹുമയൂൺ വാസ് ഡെഫിനറ്റ്ലി നോട്ട് ഓക്കെ വിത്ത് ദിസ്. ആൻഡ് ആഫ്റ്റർ ഹുമയൂൺസ് റൂൾ ഈ ഒരു ഹുമയൂണും അതേപോലെ ബഹാദൂർ ഷാവും തമ്മിൽ ഒരു പ്രശ്നങ്ങളൊക്കെ മാറിയ സമയത്ത് ആക്ച്വലി ദിസ് ബഹാദൂർ ഷാ വാണ്ടഡ് ദിസ് ബാസീൻ ബാക്ക്. ഈ ബാസീൻ മാത്രമല്ല ഒരു ഡ്യൂല് ഒരു ബേസ് ഉണ്ടാക്കാനും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു പോർച്ചുഗീസിനെ. ബട്ട് ആഫ്റ്റർ ഹുമയൂണും ഈ ഒരു ബഹാദൂർ ഷാ തമ്മിലുള്ള പ്രശ്നമൊക്കെ കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവർക്ക് തിരിച്ചു വേണമായിരുന്നു. മാത്രമല്ല ലോക്കൽസ് എല്ലാവരും ചേർന്നിട്ട് ഈ പോർച്ചുഗീസ് എസ്റ്റാബ്ലിഷ്മെന്റിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ആക്ച്വലി പോർച്ചുഗീസ് ഫെൽറ്റ് ബിട്രേഡ് ആൻഡ് ഈ ബഹാദൂർ ഷാനെ പോർച്ചുഗീസുകാർ കൊല്ലുകയാണ് ചെയ്തത്. ഇങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഓർത്ത് വെക്കും. ആൻഡ് നീനോ ഡാ കുന്യനെ കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹി മെയ്ഡ് മെനി ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ബംഗാൾ ഹൂഗ്ലി റീജൺ. ബംഗാൾ ഹൂഗ്ലി റീജിയനിൽ ഒരുപാട് സെറ്റിൽമെന്റ് ഇവര് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നീനോ ഡാ കുന്യ. ഞാൻ പറഞ്ഞല്ലോ ലോക്കൽ വൈഫ്സിനെ എടുക്കാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൽബക്കോർക്ക്. അതുപോലെ തന്നെ ഹൂഗ്ലി റീജിയനിൽ ഒരുപാട് പോർച്ചുഗീസുകാരെ സെറ്റിൽ ചെയ്യാനും അവിടുത്തെ സൊസൈറ്റി ആയിട്ട് മിങ്കിൾ ചെയ്യാനും ഹൂഗ്ലിയിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നീനോ ഡാ കുന്യ കുറച്ച് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് അവിടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ നീനോ ഡാ കുന്യ ആണ് ആക്ച്വലി പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അവിടെ ഒരുപാട് ഹെഡ്ക്വാർട്ടേഴ്സ് ഈ പോർച്ചുഗീസിന് വേണ്ടിയിട്ട് നീനോ ഡാ കുന്യ ഉണ്ടാക്കിയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് നീനോ ഡാ കുന്യനെ കുറിച്ച് പറയാനുള്ളത്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് വൈസ്രോയ്സ് അല്ലെങ്കിൽ ഗവർണേഴ്സിനെ കുറിച്ചാണ്, പോർച്ചുഗീസ് ഗവർണേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. സോ അൽമൈഡ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ബ്ലൂ വാട്ടർ പോളിസി, അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ അൽഫോൻസോ ഡി ആൽബക്വർക്ക് ബാൻ ഓൺ സതി, അതേപോലെ ഗോവ അക്വയർ ചെയ്തിട്ടുള്ളത് ഇയാളാണ്, 1510 ഇത് സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അതേപോലെ ലോക്കൽ വൈസിനെ സ്വീകരിക്കാൻ പ്രൊമോട്ട് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതേപോലെ നീനോ ഡാ കുന്യ അതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. കൊച്ചി ടു ഗോവ ഹെഡ്ക്വാർട്ടേഴ്സ് മാറ്റിയിട്ടുള്ളത് നീനോ ഡാ കുന്യയാണ്. ആൻഡ് ബാസീൻ ബഹാദൂർ ഷായുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളത് സെയിം പേഴ്സൺ. ആൻഡ് ബംഗാൾ ഹൂഗ്ലി റീജിയനിലെ സെറ്റിൽമെന്റ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതും സെയിം പേഴ്സൺ. ഓക്കെ, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് എന്തുകൊണ്ടാണ് ആക്ച്വലി ഈ പോർച്ചുഗീസിന് ഇവിടെ
ഇവിടെ മുഗൾസ് ഉണ്ടായിരുന്നു, ഇവിടെ അറബ്സ് ഉണ്ടായിരുന്നു. എങ്കിലും എന്തുകൊണ്ടാണ് പോർച്ചുഗീസിന് ഇവിടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാനും ഇവിടെ എന്തുകൊണ്ടാണ് അവരുടെ പവർ കൺസോളിഡേറ്റ് ചെയ്യാനും പറ്റിയത്? അതൊരു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, പ്രിലിംസ് പെർസ്പെക്റ്റീവിലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് വൺ എന്താന്ന് പറഞ്ഞാൽ വീക്ക് റൂളേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആ സമയത്ത് റൂളേഴ്സ് ഒക്കെ വീക്ക് ആയിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ സൗത്തിലെ കേസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ ടൈം ഓഫ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ബീജാപ്പൂർ സുൽത്താനറ്റ് അല്ലെ. സൗത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് റൂളർ എന്ന് പറയാനൊന്നും ഇല്ല ആ സമയത്ത്. അതേപോലെ ഇപ്പോൾ കേരളത്തിലാണ് ഇവർ വന്നിട്ടുള്ളത്. കേരളത്തിലെ സാമൂറിയൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വീക്ക് റൂളർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഹി വാസ് ജസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ട്രേഡ്, അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുക, കമ്മീഷൻ കിട്ടുക, അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അത്ര വലിയ ഒരു ഫേമസ് റൂളറൊന്നും അല്ല സാമൂറിയൻ എന്നൊക്കെ ഉള്ളത്. സോ അങ്ങനത്തെ വീക്ക് റൂളേഴ്സ് ഉള്ള കാരണമാണ്. അതുപോലെ തന്നെ നോർത്തിലും മുഗൾ വീക്ക് റൂളേഴ്സ് ഒക്കെ തുടങ്ങുന്ന സമയമാണ്. സോ അങ്ങനെ ഒരു വീക്ക് റൂളേഴ്സ് ഇവിടെ ഉള്ളത് കാരണമാണ് പോർച്ചുഗീസിന് ഇവിടെ കൂടുതൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഉണ്ടാക്കാനും അവരുടെ പവറൊക്കെ ഷോക്കേസ് ചെയ്യാനും പറ്റിയിട്ടുള്ളത്. സെക്കൻഡ് വൺ, വീക്ക് ടെക്നോളജി. ഇപ്പൊ പോർച്ചുഗീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള ടെക്നോളജി ഭയങ്കര വീക്ക് ആയിരുന്നു. പോർച്ചുഗീസ് ഷിപ്പ് വാസ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി. പോർച്ചുഗീസ് ഹാഡ് കാനൺസ്. പോർച്ചുഗീസ് ഹാഡ് വെൽ ട്രെയിൻഡ് ആർമി. ഇതൊക്കെ ഇന്ത്യയിൽ ലാക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോർച്ചുഗീസിന് ഇവിടെ ഒരു ഹോൾഡ് ഉണ്ടാക്കാൻ പറ്റി. ഞാൻ ഇവിടെ തേർഡ് പോയിന്റ് കൊടുത്തുള്ള കാനൺസ് ആണ്. എന്താ പറയാ, ഭയങ്കര ഒരു നല്ല ആർമി, അതേപോലെ തന്നെ എല്ലാ സംഭവങ്ങളും സയന്റിഫിക് രീതിയിലുള്ള വാർഫെയർ മെത്തഡോളജി എല്ലാം ഈ പോർച്ചുഗീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലാക്കിംഗ് ഫോർ ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ റൂളേഴ്സിന് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോർച്ചുഗീസിന് ഇവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പവർ ആയിട്ട് മാറാൻ പറ്റി. സോ റീസൺ ഫോർ എക്സ്പാൻഷൻ ഇസ് ഓൾസോ ഓവർ. നെക്സ്റ്റ് തിങ് ഇസ്, ആക്ച്വലി പോർച്ചുഗീസ് അത്രമാത്രം വലിയ പവർ ആയിരുന്നെങ്കിൽ പിന്നീട് നമ്മൾ പോർച്ചുഗീസിനെ കുറിച്ച് പഠിക്കേണ്ടതാണ്. പക്ഷെ അല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് ബ്രിട്ടീഷിനെ കുറിച്ചല്ലേ. സോ ആക്ച്വലി സംതിങ് വെന്റ് റോങ് വിത്ത് പോർച്ചുഗീസ്. പോർച്ചുഗീസിന് ഇവിടെ ആക്ച്വലി കുറെ കാലം നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ കുറെ കാലം നിൽക്കാൻ പറ്റിയിട്ടില്ല ഇൻ ദ സെൻസ് ഒരു മേജർ പവർ ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും പോർച്ചുഗീസ് കുറച്ച് ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു. ഫോർ എക്സാമ്പിൾ ഗോവ, അവിടെ മാത്രം ചെറിയ സെറ്റിൽമെന്റ് അങ്ങനെയൊക്കെ ആയി മാറേണ്ടി വന്നു. വൈ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, വീക്ക് ഗവേണേഴ്സ്. ആൽബക്വർക്ക് കഴിഞ്ഞിട്ടുള്ള ഗവേണേഴ്സ് എല്ലാവരും ഭയങ്കര വീക്ക് ആയിരുന്നു. ആൽബക്വർക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഗവർണർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ആൽബക്വർക്ക് വേറെ വന്നിട്ടുള്ള എല്ലാ ഗവർണേഴ്സും വീക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസിന് വിചാരിച്ച ഒരു രീതിയിൽ ഇവിടെ ഒരു പവർ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സെക്കൻഡ് വൺ, റിലീജൻ. ഓക്കെ, പോർച്ചുഗീസ് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ മുസ്ലിംസിനെ ഒന്ന് സബ്ജുഗേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് റൂളേഴ്സ് ആയിട്ടുണ്ടായിരുന്ന അക്ബറിന്റെ കോർട്ടിൽ 1580 റുഡോൾഫോ അക്വാവിവ ആൻഡ് ആന്റോണിയോ മൊസറാട്ട് എന്ന് പറഞ്ഞ രണ്ട് ഫേമസ് പേഴ്സൺ ആണ്. ഇവർ എപ്പോഴാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കാം. 1580 അക്ബർ കോർട്ടിലാണ് പോയിട്ടുള്ളത്. ആന്റോണിയോ മോൺസറാട്ട് വിസിറ്റഡ് വിച്ച് മുഗൾ എംപറേഴ്സ് കോർട്ട് എന്നൊക്കെ ചോദിക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. സോ ദേ വിസിറ്റഡ് അക്ബർസ് കോർട്ട് ഇൻ ദ ഇയർ 1580. അക്ബർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മെഡിവൽ ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, കുറച്ചുകൂടെ ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെ. സോ ഹി വാസ് നോട്ട് അഗെയിൻസ്റ്റ് ക്രിസ്ത്യാനിറ്റി. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ പോർച്ചുഗീസ് ക്രിസ്ത്യൻസിന്റെ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും അക്ബറുടെ ഒരു ഡിമാൻഡിലാണ് ഈ റുഡോൾഫോ അക്വാവിവ അതേപോലെ ആന്റോണിയോ മോൺസറാട്ട് അക്ബറുടെ കോർട്ടിലേക്ക് പോകുന്നത്. ആക്ച്വലി ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് അക്ബറിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവിൻസ് ചെയ്ത് മാറ്റാൻ പറ്റും എന്നാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത്. ബട്ട് ആക്ച്വലി ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അക്ബർ വാസ് നോട്ട് റെഡി. ഇവർ ആക്ച്വലി കുറച്ച് ഡിസപ്പോയിന്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ വേറെയും കുറച്ച് ക്രിസ്ത്യൻ മിഷണറീസ് അക്ബറുടെ കോർട്ടിൽ പോയിട്ടുണ്ട്, പോർച്ചുഗീസ് ക്രിസ്ത്യൻ മിഷണറീസ് പോയിട്ടുണ്ട്. ബട്ട് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ പറ്റിയിട്ടില്ല. പിന്നെ അക്ബറിന് ശേഷം വന്ന ജഹാംഗീർ ആണെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് പോയിന്റ് ജഹാംഗീർ എന്ന് കൊടുത്തിട്ടുണ്ട്. ജഹാംഗീർ ആണെങ്കിൽ കുറച്ചുകൂടെ മുസ്ലിം ഫേവർ ചെയ്യുന്ന ഒരു റൂളർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ക്രിസ്ത്യാനിറ്റി സംഭവങ്ങളൊന്നും ജഹാംഗീറുടെ അടുത്ത് നടന്നിട്ടില്ല. ഇൻഫാക്ട് ജഹാംഗീറോട് പോർച്ചുഗീസിന് വളരെയധികം ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അവർ തമ്മിൽ ഒരുപാട് തരം പ്രശ്നങ്ങളാണ് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത്. അത് ആക്ച്വലി തുടങ്ങുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ, ഈ പോർച്ചുഗീസും ജഹാംഗീറും തമ്മിലുള്ള പ്രശ്നം ആക്ച്വലി തുടങ്ങുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ 1608 ഒരു ഇംഗ്ലീഷ് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് ഇന്ത്യയിലോട്ട് വരികയാണ്, ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്. ഇതും ചോദിച്ചിട്ടുണ്ട്, ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആരുടെ കോർട്ടിലാണ് വന്നിട്ടുള്ളത്? സോ ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് കെയിം ടു ദി കോർട്ട് ഓഫ് ജഹാംഗീർ. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ട്രേഡിന് വേണ്ടിയിട്ടുള്ള, ഇംഗ്ലീഷുകാർക്ക് ഇവിടെ ട്രേഡ് ചെയ്യാനുള്ള കുറച്ച് പെർമിഷൻ ചോദിച്ചു. ആൻഡ് ജഹാംഗീർ ആക്ച്വലി കൊടുക്കുകയാണ് ചെയ്തത്. വില്യം ഹോക്കിൻസിന് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാനുള്ള പെർമിഷൻ ജഹാംഗീർ കൊടുത്തു. ആക്ച്വലി പോർച്ചുഗീസിന് കുറച്ച് കൂടുതൽ പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. പോർച്ചുഗീസ് ഇതിനെതിരെ ഭയങ്കര ശക്തമായിട്ടുള്ള രീതിയിൽ എതിർത്തു. ജഹാംഗീർ ഇങ്ങനെ പെർമിഷൻ കൊടുത്തത് പോർച്ചുഗീസിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് മുഗൾസിന്റെ കുറച്ച് ഷിപ്സ് ഒക്കെ ഈ പോർച്ചുഗീസ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ റെക്ക് ചെയ്തു. മുഗൾസിന്റെ കുറെ ഷിപ്സ്
ഫ്ലീറ്റ്സിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാണ് പോർച്ചുഗീസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജഹാംഗീറിന് പോർച്ചുഗീസിനോടുള്ള ഒരു പ്രശ്നം കൂടുകയാണ് ചെയ്തത്. ആൻഡ് ഇതൊക്കെ കാരണം ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസിന് ഇന്ത്യയിൽ നിൽക്കാൻ പറ്റിയില്ല, തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് പോവേണ്ടിയും വന്നു. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം 1612 ആക്ച്വലി പോർച്ചുഗീസിനോട് തിരിച്ചടി കിട്ടുന്നുണ്ട്. 1612 ഇംഗ്ലീഷ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ബെസ്റ്റ് ഒരു പോർച്ചുഗീസ് ഷിപ്പിനെ ഫൈറ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. പോർച്ചുഗീസിന് എതിരെ ഒരു തിരിച്ചടി കിട്ടുന്നുണ്ട് പോർച്ചുഗീസിന്. 1612 ക്യാപ്റ്റൻ ബെസ്റ്റ് ഡ്രാഗൺ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ബെസ്റ്റ് യൂസ് ചെയ്യുന്ന ഷിപ്പാണ്. സോ ക്യാപ്റ്റൻ ബെസ്റ്റ് ഡ്രാഗൺ എന്ന ഷിപ്പ് കൊണ്ട് നമ്മുടെ പോർച്ചുഗീസിന്റെ കുറെ ഷിപ്സിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അതൊരു പോർച്ചുഗീസിനൊരു തിരിച്ചടിയായിരുന്നു. ആക്ച്വലി ഈ ഒരു കാര്യം ജഹാംഗീർ അറിഞ്ഞപ്പോൾ അത് വളരെ ഒരു ഇംപ്രസ്ഡ് ആയി ജഹാംഗീർ എന്നാണ് പറയുന്നത്. ജഹാംഗീർ വാസ് ഇംപ്രസ്ഡ് ബൈ ദിസ് ക്യാപ്റ്റൻ ബെസ്റ്റിന്റെ ഈ ഒരു കാര്യം. അതുകൊണ്ട് ജഹാംഗീറിന് കൂടുതൽ ഇംഗ്ലീഷ് പേഴ്സൺസ്, അതായത് ബ്രിട്ടീഷിനോട് കുറച്ചുകൂടെ ഒരു താല്പര്യം ഉണ്ടായെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പോർച്ചുഗീസിന് നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസിനോട് ഒരു റിസെന്റ്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ 1630 പോർച്ചുഗീസ് തിരിച്ചടിക്കുന്നുണ്ട്. ഇപ്പോൾ 1612 ഇംഗ്ലീഷ് ഡിസ്ട്രോയിഡ് ദി പോർച്ചുഗീസ് ഷിപ്സ്. പക്ഷേ 1613 പോർച്ചുഗീസ് കെയിം ബാക്ക്. പോർച്ചുഗീസ് ഡിസ്ട്രോയിഡ് ദി ഷിപ്സ് ഓഫ് മുഗൾസ്. ഇതെന്താ മനസ്സിലാവുക? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇൻ ദ റീൻ ഓഫ് ജഹാംഗീർ. ആൻഡ് ആക്ച്വലി അതിനുശേഷം ജഹാംഗീറിന്റെ റൂൾ ശേഷം ഇങ്ങനത്തെ ഒരു പവർ സ്ട്രഗിൾ ആണ് ആക്ച്വലി മുഗൾസും പോർച്ചുഗീസും തമ്മിൽ ഈ സമയത്ത് ഉണ്ടായിരുന്നത്. ആഫ്റ്റർ ദ റൂൾ ഓഫ് ജഹാംഗീർ, ഷാജഹാൻ വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഈ പോർച്ചുഗീസിനെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. പോർച്ചുഗീസായിട്ട് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ ഒരു സഹകരണത്തിനും ഷാജഹാൻ റെഡി ആയിരുന്നിട്ടില്ല. ആൻഡ് ഇവിടെ കൊടുത്തിട്ടുള്ള പോലെ ഷാജഹാൻ കംപ്ലീറ്റ്ലി ടുക്ക് ബാക്ക് ദ പ്രിവിലേജസ് ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ. കാരണം നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് പോർച്ചുഗീസ് തമ്മിലുള്ള. ആൻഡ് ഇതിന്റെ ഒരു കൾമിനേഷൻ എന്ന് പറയുന്നത് 1632 നടന്ന സീജ് ഓഫ് ഹൂഗ്ലി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഹൂഗ്ലിയിൽ സെറ്റിൽമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പോർച്ചുഗീസ് ഗവർണേഴ്സ്. സോ ഒരുപാട് സെറ്റിൽമെന്റ്സ് ഹൂഗ്ലി റീജിയനിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർച്ചുഗീസ് ഒരുപാട് ഇൻഹ്യൂമൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് കുട്ടികളെയൊക്കെ പോർച്ചുഗീസ് ക്യാപ്ചർ ചെയ്തിട്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവരെ സ്ലേവ്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ മുംതാസ് മഹൽ, ഷാജഹാന്റെ വൈഫായിട്ടുള്ള മുംതാസ് മഹലിന്റെ മറ്റേ 2 സ്ലേവ്സിനെ ഈ പോർച്ചുഗീസ് ക്യാപ്ചർ ചെയ്തു. എന്നിട്ട് അവരെ സ്ലേവ്സ് ആക്കി വെച്ചു പോർച്ചുഗീസിന്. എന്നിട്ട് അവരെ ട്രേഡ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഒക്കെ അങ്ങനത്തെ ഒരു സംഭവം പോർച്ചുഗീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുംതാസ് മഹലിന്റെ ഓൾറെഡി സ്ലേവ് ആയിട്ടുള്ള ആൾക്കാരെ ഈ പോർച്ചുഗീസ് ക്യാപ്ചർ ചെയ്തു. സോ മുഗൾസ് അത്ര ഹാപ്പി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസിനെതിരെ ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്തു. ഹൂഗ്ലി റീജിയണിലുള്ള പോർച്ചുഗീസിനെ എല്ലാവരെയും അവിടെ നിന്ന് എന്താ പറയുക തുടച്ചു മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഈ മുഗൾ പവർ അണ്ടർ ഷാജഹാൻസ് ഓർഡർ. സോ അങ്ങനെ ഹൂഗ്ലി റീജിയനിലുള്ള പോർച്ചുഗീസിനെല്ലാം അവിടെ നിന്ന് ഫ്ലീ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ആൻഡ് ഇതിനേക്കാളും വലിയൊരു സെറ്റ് ബാക്ക് തൊട്ടടുത്ത വർഷം 1633 ഉണ്ടായി. ആ സമയം ആകുമ്പോഴത്തേക്കും ഡച്ച് ഒരു ഫോറിൻ പവറാണ് ഡച്ച് ഇവിടത്തേക്ക് വരുന്നുണ്ട്. ഡച്ച് ഏറ്റവും കൂടുതൽ പോർച്ചുഗീസ് ഉണ്ടായിരുന്നത് മലബാർ കോസ്റ്റിലാണ്, അല്ലെ വന്നിട്ടുള്ളത് തന്നെ കോഴിക്കോടൊക്കെയാണ്. സോ മലബാർ കോസ്റ്റിലുള്ള എല്ലാ പോർട്ടും ഡച്ച് വിൻ ചെയ്യും. സോ എന്ത് സംഭവിക്കും? ആക്ച്വലി നോർത്തിലുള്ള സ്ഥലവും പോയി, അതേപോലെ താഴെ മലബാർ കോസ്റ്റിലുള്ള സ്ഥലവും എല്ലാം ഡച്ചും ഏറ്റെടുത്തു. മുകളിലുള്ള മുഗളും അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. സോ പോർച്ചുഗീസിന് ഇന്ത്യയിൽ വലിയൊരു സെറ്റിൽമെന്റ്സ് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയി. ആൻഡ് പോർച്ചുഗീസ് റിമെയിൻഡ് ഇൻ സ്മോൾ സെറ്റിൽമെന്റ്സ് ഹിയർ ആൻഡ് ദെയർ. പ്രത്യേകിച്ച് ഗോവ അങ്ങനെയുള്ള കുറച്ച് സ്ഥലത്തേക്ക് മാത്രം ഒതുങ്ങിപ്പോയി പോർച്ചുഗീസ്. ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഒരു പവർ ഇല്ലാത്ത രീതിയിലേക്ക് മാറി ഇതിന് ശേഷം. സോ ഇതാണ് ആക്ച്വലി പോർച്ചുഗീസ് ഹിസ്റ്ററി. നമ്മൾ പോർച്ചുഗീസ് എങ്ങനെയാ വന്നതെന്ന് പറഞ്ഞു, അവരുടെ ഇമ്പോർട്ടൻറ്റ് പോളിസീസ് എന്താന്ന് പറഞ്ഞു, എങ്ങനെയാണ് അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു, and എന്തുകൊണ്ടാണ് പോർച്ചുഗീസിന് ഇവിടെ ഒരു മേജർ പവറായിട്ട് റൈസ് ചെയ്യാൻ പറ്റാതിരുന്നതെന്നുള്ള കാര്യവും പറഞ്ഞു. സോ ആക്ച്വലി പോർച്ചുഗീസ് ഇസ് ഓവർ. ആൻഡ് ഒരു കാര്യം കൂടെ പറയാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്, പോർച്ചുഗീസിന്റെ സിഗ്നിഫിക്കൻസ്. ഇത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു പോവാം. പോർച്ചുഗീസിന്റെ ഹിസ്റ്ററി ഇന്ത്യയിൽ എങ്ങനെയാണ് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിന്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ഫോർ ദ ഫസ്റ്റ് ടൈം പോർച്ചുഗീസിന്റെ കാലത്താണ് ഇന്ത്യയിൽ പ്രിന്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദേ പ്രൊമോട്ടഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതുപോലെ ടെക്നോളജി. അവരെ കണ്ടിട്ടാണ് ഒരുപാട് ഷിപ്പ് ബിൽഡിംഗ്, നേവി ബിൽഡിംഗ്, കാനോൺസ്, ഇങ്ങനത്തെ ഒരുപാട് ടെക്നോളജീസ് ഇന്ത്യ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ഹെൽപ്പ് പോർച്ചുഗീസിന്റെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഒരുപാട് ക്രോപ്സ് ലൈക്ക് പൊട്ടേറ്റോ, ടൊമാറ്റോ, മെയ്സ്, ഇതെല്ലാം ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നത് പോർച്ചുഗീസ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അതൊരു മോശം രീതിയിലും പറയാം, ഫോഴ്സിബിൾ കൺവേർഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് എന്നാലും ക്രിസ്ത്യാനിറ്റി ഇവിടെ സ്പ്രെഡ് ആയിട്ടുള്ളത് പോർച്ചുഗീസ് കാരണമാണ്. വൺ ഓഫ് ദി മേജർ ഇമ്പാക്ട് ഇവിടെ ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പോർച്ചുഗീസ് ആണ്. ഇതൊക്കെയാണ് സിഗ്നിഫിക്കൻസ്. Next one is Dutch.
സോ ഓൾറെഡി ഈ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ യൂറോപ്യൻ കൺട്രീസിൽ വളരെയധികം ഫേമസ് ആയി, ഇവിടെ ഈസിയാണ് ട്രേഡ് ചെയ്യാന്നുള്ള കാര്യമൊക്കെ മനസ്സിലായല്ലോ. സോ ഡച്ച് വാസ് അട്രാക്റ്റഡ് ടു ഇന്ത്യ ആൻഡ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫൗണ്ടഡ് അബൌട്ട് 1602. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നുണ്ട്. സെയിം ഉദ്ദേശം, ഇന്ത്യയിലോട്ട് വരിക, ഇവിടെ കുറച്ച് ട്രേഡ് നടത്തുക, ഇവിടെ ഒരു പവർ ക്രിയേറ്റ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഉദ്ദേശം. The Dutch established their first facility at മസൂലിപട്ടണം. കുറച്ച് ഫാക്ച്വൽ കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുള്ളത്, ജസ്റ്റ് വായിച്ചു നോക്കാം. മസൂലിപട്ടണത്തിലാണ് ഇവർ ഫസ്റ്റ് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ് 1605 എസ്റ്റാബ്ലിഷ് ചെയ്തു. ദേ ഓൾസോ ക്രിയേറ്റഡ് കമേഴ്ഷ്യൽ ടെർമിനൽസ് ഇൻ ഗുജറാത്ത്. ഏതൊക്കെയാണ് ഡച്ചിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്സ്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെയൊക്കെയാണ് ഫാക്ടറീസ് ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഗുജറാത്തിലെ സൂററ്റ്, ബ്രോച്ച്, കാംബെ, അഹമ്മദാബാദിൽ ഇവരുടെ ഫാക്ടറി ഉണ്ടായിരുന്നു. സോ ഗുജറാത്ത് റീജിയനിൽ ഉണ്ടായിരുന്നു. അതുപോലെ കേരള, സൗത്ത് ആണെന്നുണ്ടെങ്കിൽ കേരള കൊച്ചിനിൽ ഉണ്ടായിരുന്നു. അതേപോലെ ബംഗാളിലെ ചിൻസുര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ബീഹാറിലെ പാട്ന ആൻഡ് ഉത്തർപ്രദേശിലെ ആഗ്ര. ഇത്രയും സ്ഥലത്താണ് ഇവരുടെ ഇമ്പോർട്ടന്റ് ഫാക്ടറീസ്, ഡച്ചിന്റെ ഇമ്പോർട്ടന്റ് ഫാക്ടറീസ് ഉണ്ടായിട്ടുള്ളത്. സോ അടുത്ത ഒരു നെക്സ്റ്റ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദേ ക്യാപ്ചേർഡ് നാഗപട്ടണം ഫ്രം പോർച്ചുഗീസ്. പോർച്ചുഗീസിന് കഴിഞ്ഞ് നാഗപട്ടണം, പോർച്ചുഗീസിന് കഴിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങൾ ഇവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതൊരു സ്ഥലമാണ് നാഗപട്ടണം. നാഗപട്ടണം വാസ് ക്യാപ്ചേർഡ് ഫ്രം പോർച്ചുഗീസ്. Okay, they defeated the Portuguese in the 17th century and became the most powerful force in the European commerce in the East. ഞാൻ പറഞ്ഞല്ലോ 1633 ആയപ്പോഴത്തേക്കും ഡച്ച് എന്ത് ചെയ്തു? മലബാർ കോസ്റ്റിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് പോർച്ചുഗീസ് ഫാക്ടറീസിനെയും ക്യാപ്ചർ ചെയ്തു. അങ്ങനെ എന്തായി? പോർച്ചുഗീസിനെ സബ്ജുഗേറ്റ് ചെയ്തിട്ട് ഡച്ച് ബിക്കെയിം ദി മേജർ പവർ ഇൻ ഇന്ത്യ. ബട്ട് എന്നാലും ഡച്ച് അല്ലല്ലോ ഫേമസ് ആയിട്ടുള്ളത്, ബ്രിട്ടീഷ് അല്ലേ. ഇവരെങ്ങനെ താഴെ പോയത് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. ഡച്ച് ആക്ച്വലി പോർച്ചുഗീസിനെക്കാളും കൂടുതൽ പവർഫുൾ ആയി, ബട്ട് ആഫ്റ്റർ സം ടൈം ദേ ഹാഡ് ടു റിമൂവ് ഫ്രം ദി ഇന്ത്യൻ ടെറിട്ടറി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടന്റ് ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ട്. അത് ആംഗ്ലോ ഡച്ച് റൈവറിയാണ്. ഡച്ചും അതേപോലെ ഇംഗ്ലണ്ടും തമ്മിലായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം കാരണമാണ് ഇന്ത്യയിൽ നിന്ന് അവർക്ക് പോവേണ്ടി വന്നിട്ടുള്ളത്. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുമുമ്പ് ഒരു പോയിന്റ് ഞാൻ അപ്പുറത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഡച്ച് ആണ് ആദ്യമായിട്ട് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. സ്റ്റോക്സ് അറിയാലോ, സ്റ്റോക്സ് ഇഷ്യൂയിങ്, ക്യാപിറ്റൽ മാർക്കറ്റ്, അത് ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഡച്ച് ആണ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്. ഫസ്റ്റ് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ ഡച്ച്. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡച്ചിന് വലിയൊരു പവർ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈവൻ ദോ ദേ ക്യാപ്ചേർഡ് പോർച്ചുഗീസ് ഫാക്ടറീസ്, പോർച്ചുഗീസ് സെറ്റിൽമെന്റ്, അവർക്ക് അത്ര വലിയൊരു പവർ ആവാൻ പറ്റിയില്ല. ഇന്ത്യയിൽ നിന്ന് പോവേണ്ടി വന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷും ആ സമയത്ത് ഇംഗ്ലീഷും ആക്ച്വലി വന്നത് പാരലലി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വാസ് ഓൾസോ ദെയർ ഇൻ ഇന്ത്യ. ഇംഗ്ലീഷും ഡച്ചും തമ്മിൽ ഒരു റൈവൽറി ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഇന്തോനേഷ്യയിലെ അംബോയിന എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഡച്ച് ഇംഗ്ലീഷിന്റെ ഒരുപാട് ടെറിട്ടറീസ്, ഇംഗ്ലീഷിന്റെ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ടായിരുന്നു. സോ ഇംഗ്ലീഷ് വാസ് നോട്ട് ഹാപ്പി വിത്ത് ദിസ് ആൻഡ് ഇംഗ്ലീഷും ഡച്ചും തമ്മിൽ അങ്ങനെ ഒരു റൈവൽറി ഉണ്ടായി. ഒരുപാട് വലിയൊരു പ്രശ്നമാണ് ഉണ്ടായത്. ആൻഡ് ഇൻ ദ ഇയർ 1667 ഒരു അഗ്രിമെന്റ് അവർ ഉണ്ടാക്കി ഡച്ചും ഇംഗ്ലീഷും തമ്മിൽ. അത് പ്രകാരം ഡച്ചിന് ഇന്തോനേഷ്യയിലെ റീജിയൻസ് ട്രേഡ് ചെയ്യാനും അതേപോലെ ഇംഗ്ലീഷിന് ഇന്ത്യൻ റീജിയൻസും ട്രേഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. സോ കംപ്ലീറ്റ്ലി ഡച്ച് എന്ത് ചെയ്യണം? ഇന്തോനേഷ്യ ട്രേഡ് ചെയ്യണം. ആൻഡ് ഇന്ത്യൻ സെറ്റിൽമെന്റ്സ് കൂടുതലും ഇംഗ്ലീഷിന് കൊടുക്കണം എന്നുള്ളൊരു അഗ്രിമെന്റ് 1667 ഉണ്ടായി. കംപ്ലീറ്റ്ലി ഡച്ച് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി എന്നല്ല അതിനർത്ഥം. ചെറിയ ചെറിയ റീജിയണിൽ ഡച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് മേജർ പവർ ഇന്തോനേഷ്യയിലായി മാറി. ആൻഡ് ഇവിടുത്തെ കുറെ പവേഴ്സ് എല്ലാം ഇംഗ്ലീഷിന് കൊടുക്കാറുണ്ടായത്. സോ അപ്പൊ തന്നെ എന്താ, ഡച്ചിന് ഒരു പവർ കുറയാണ് ചെയ്തത് ഈ ഒരു അഗ്രിമെന്റ് പ്രകാരം. ബട്ട് ദെയർ ട്രേഡ് ഇൻ ഇന്തോനേഷ്യ വാസ് ഫേവറബിൾ ടു ദം. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. ആൻഡ് 1759 ബാറ്റിൽ ഓഫ് ഹൂഗ്ലി ഓർ ബിഡാര, ഈ ഒരു ഇവന്റോടുകൂടി ഡച്ചിന്റെ ഏകദേശം എല്ലാ പവേഴ്സും ഇന്ത്യയിൽ നിന്ന് അവസാനിക്കുകയാണ്. ഈ സമയത്ത് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഹൂഗ്ലി റീജിയണിൽ ഡച്ച് കുറച്ച് ഇംഗ്ലീഷ് മെന്നിനെ അറ്റാക്ക് ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് റിട്ടാലിയേറ്റ് ചെയ്യും. ആൻഡ് ഡച്ചിന്റെ എല്ലാ സെറ്റിൽമെന്റ്സും ഇംഗ്ലീഷ് ആ സമയത്ത് നശിപ്പിക്കും. അങ്ങനെ ഇന്ത്യയിലെ ഒരു പവർ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഡച്ചിന്റെ ആഗ്രഹം അങ്ങനെ ഇല്ലാതാവുകയാണ്. സോ അതോടുകൂടി ആ ഒരു ഇവന്റോടുകൂടി ഡച്ച് ഇന്ത്യയിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു പവറായിട്ട് മാറും. സോ ഡച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ പോർച്ചുഗീസ് ആൻഡ് ഡച്ച് ഇസ് ഓവർ. നെക്സ്റ്റ് വൺ ഇസ് ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷ് ആണ് തേർഡ് ഇമ്പോർട്ടന്റ്
യൂറോപ്യൻ പവേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻഫാക്ട് മോഡേൺ ഹിസ്റ്ററി തന്നെ ഇംഗ്ലീഷ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ഇംഗ്ലീഷ് ആയിട്ടുള്ള റിഫോംസ് ആൻഡ് ഇംഗ്ലീഷിനെതിരെ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ മൂവ്മെന്റ്സ്, ഇതൊക്കെയാണല്ലോ മോഡേൺ ഹിസ്റ്ററി പഠിക്കുന്നത്. സോ ആക്ച്വലി തുടക്കം സമയത്ത് ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന പോർച്ചുഗീസ്, ഡച്ച്, അവരിൽ നിന്നുമൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഡിഫറെന്റ് ആയിട്ട്, എങ്ങനെയാണ് അവരെക്കാളും കൂടുതൽ പവർ ഇന്ത്യയിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇംഗ്ലീഷ് ആക്ച്വലി എല്ലാവർക്കും അറിയുന്ന പോലെ 1600-ലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഡിസ്കസ് ചെയ്യുന്നത്. ഈ പോർച്ചുഗീസും ഡച്ചും ഒക്കെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ട്രേഡ് ചെയ്ത് ഇവിടെ ഒരുപാട് റിസോഴ്സസ് ഉണ്ടെന്നും ഇവിടുത്തെ ട്രേഡ് പ്രോഫിറ്റബിൾ ആണെന്നുള്ള ഐഡിയ യൂറോപ്പിൽ കിട്ടിക്കഴിഞ്ഞു. സോ ഇംഗ്ലീഷ് വാസ് ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ ട്രേഡിംഗ് വിത്ത് ഇന്ത്യ. സോ അങ്ങനെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രിയേറ്റ് ചെയ്യാണ്. ആ കമ്പനിക്ക് ഒരു മോണോപ്പൊളി ഒക്കെ കൊടുത്തിട്ട് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇംഗ്ലീഷിൽ നിന്ന് കൊടുക്കുകയാണ്. അതാണ് ക്യൂൻ എലിസബത്ത് I പ്രൊക്ലെയിം ചെയ്ത ഒരു ചാർട്ടർ. അത് പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കിട്ടുകയാണ്. സോ നേരത്തെ ഞാനൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യാപ്റ്റൻ ഹോക്കിൻസ് 1609 ഇന്ത്യയിലോട്ട് വരുന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ജഹാംഗീർ കയ്യിൽ നിന്ന് ഇന്ത്യയിൽ ട്രേഡ് ചെയ്യാനുള്ള പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് പോർച്ചുഗീസ് അതിനെതിരെയായിരുന്നു. ആൻഡ് പോർച്ചുഗീസും ഇംഗ്ലീഷും തമ്മിൽ ചെറിയൊരു പവർ സ്ട്രഗിൾ അവിടെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. സോ ആ പോയിന്റ് ഞാൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 1609-ലാണ് ക്യാപ്റ്റൻ ഹോക്കിൻസ് ജഹാംഗീറിന്റെ കോർട്ടിൽ വരുന്നതും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും. ആൻഡ് 1611 ദേ സ്റ്റാർട്ടഡ് ട്രേഡിംഗ് ഇൻ മസൂലിപട്ടണം. മസൂലിപട്ടണമാണ് ആക്ച്വലി ബ്രിട്ടീഷിന്റെ ആദ്യത്തെ ഫാക്ടറി. 1611-ലാണ് മസൂലിപട്ടണത്തിൽ ഇംഗ്ലീഷ് ട്രേഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യം ഒരു ടെമ്പററി ഫാക്ടറിയാണ് 1611 മസൂലിപട്ടണത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് എന്നാലും ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ മസൂലിപട്ടണമാണ്. സെക്കൻഡ് ഫാക്ടറിയാണ് സൂറത്ത്. ഇതെല്ലാവരും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് ഫാക്ടറി ഇംഗ്ലീഷിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസൂലിപട്ടണം, സെക്കൻഡ് വൺ ഇസ് സൂറത്ത്. ബട്ട് ഫസ്റ്റ് പെർമനന്റ് ഫാക്ടറി ഓഫ് ഇംഗ്ലീഷ് ആണ് സൂറത്ത്. ആദ്യം ക്രിയേറ്റ് ചെയ്ത മസൂലിപട്ടണത്തിൽ ഒരു ടെമ്പററി ഫാക്ടറി ആയിരുന്നു. ആൻഡ് മസൂലിപട്ടണത്തിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറി വരുന്നത് 1616-ലാണ്. സോ ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഫാക്ടറി ഇസ് മസൂലിപട്ടണം. 1611-ലാണ് അങ്ങനെ ഒരു ടെമ്പററി ഫാക്ടറി മസൂലിപട്ടണത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1612 തോമസ് ബെസ്റ്റ് വന്നു എന്നുള്ള കാര്യം അതും ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തോമസ് ബെസ്റ്റ് വന്നിട്ടുള്ള കാര്യം ആൻഡ് അവര് പോർച്ചുഗീസിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. ജഹാംഗീറിന് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. സോ ഇറ്റ് ഈസ് ഓൾറെഡി ഡിസ്കസ്. ആ ഒരു സമയത്താണ് 1612 തോമസ് ബെസ്റ്റ് വന്ന ശേഷമാണ് 1630 തോമസ് എഡ്വർത്തിന്റെ അണ്ടറിൽ സൂറത്തിൽ ഒരു ഫാക്ടറി, അതൊരു പെർമനന്റ് ഫാക്ടറി ആയിരുന്നു. സൂറത്തിൽ ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് തോമസ് എഡ്വർത്ത്. സോ 1630-ലാണ് സൂറത്തിൽ ഒരു പെർമനന്റ് ഫാക്ടറി ഉണ്ടാവുന്നത് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. 1616-ലാണ് മസൂലിപട്ടണത്തിൽ ഒരു പെർമനന്റ് ഫാക്ടറി ഉണ്ടാവുന്നതും 1611-ലാണ് മസൂലിപട്ടണത്തിൽ ടെമ്പററി ഫാക്ടറി ഉണ്ടാവുന്നിട്ടുള്ളത്. 1615 സംഭവിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തോമസ് റോ സെക്യൂർഡ് പെർമിഷൻ ടു എസ്റ്റാബ്ലിഷ് ഫാക്ടറി അറ്റ് ബറോച്ച്, ആഗ്ര ആൻഡ് അഹമ്മദാബാദ്. ഈ 3 പോയിന്റ് നോക്കുക. ബറോച്ച്, ആഗ്ര, അഹമ്മദാബാദ് ഈ 3 സ്ഥലത്തും ആ സമയത്ത് ഇംഗ്ലീഷിന് ഫാക്ടറീസ് ഉണ്ടാക്കാൻ പറ്റി അണ്ടർ തോമസ് റോ 1615. അതേപോലെ ബ്രിട്ടീഷ് എക്സ്പാൻഷനിൽ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഗോൾഡൻ ഫാമൻ 1632. സുൽത്താൻ ഓഫ് ഗോൾക്കൊണ്ട, ആ സമയത്തെ ഗോൾക്കൊണ്ട സുൽത്താൻ 1632 ഇംഗ്ലീഷിന് ഒരു ഗോൾഡൻ ഫാർമാൻ ഇഷ്യൂ ചെയ്യാണ്. അത് പ്രകാരം ഗോൾക്കൊണ്ട റീജിയണിൽ ഒരു 500 പഗോഡാസ് പെർ ഇയർ ഒരു പേയ്മെന്റിൽ ഇവർക്ക് ഫ്രീ ട്രേഡ് ഗോൾക്കൊണ്ടയിൽ ചെയ്യാൻ പറ്റി. അതായത് ടാക്സ് ഫ്രീ ട്രേഡ് ഗോൾക്കൊണ്ടയിൽ ചെയ്യാൻ പറ്റി. പകരം 500 പഗോഡാസ് എല്ലാ വർഷവും ഇവർ കൊടുക്കണം എന്നേ ഉള്ളൂ ഇംഗ്ലീഷുകാർ. അങ്ങനെ ഒരു ഗോൾഡൻ ഫാർമാൻ 1632 സുൽത്താൻ ഓഫ് ഗോൾക്കൊണ്ട ഇഷ്യൂ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന് അവിടെ പ്രോഫിറ്റബിൾ രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റി. അതിന് ഒരുപാട് പെർമിഷൻസ് പിന്നീട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സെക്കൻഡ്, അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1639 ഫ്രാൻസിസ് ഡേ റിസീവ്ഡ് പെർമിഷൻ ഫ്രം റൂളർ ഓഫ് ചന്ദ്രഗിരി ടു എസ്റ്റാബ്ലിഷ് ഫാക്ടറി അറ്റ് മദ്രാസ്. മദ്രാസിൽ കണ്ടോ, ഓരോ സ്ഥലത്ത് ഇംഗ്ലീഷ് റെപ്രസെന്റേറ്റീവ്സ് പെർമിഷൻ വാങ്ങിച്ചിട്ട് ഓരോ പതുക്കെ അവരുടെ ഒരു പവർ ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ ഫസ്റ്റ് ഗോൾക്കൊണ്ടയില് ഫസ്റ്റ് എന്താ പറയാ മസൂലിപട്ടണം, പിന്നെ സൂറത്ത്, പിന്നെ ബറോച്ച്, ആഗ്ര, അഹമ്മദാബാദ്, അതുപോലെ ഗോൾക്കൊണ്ട. നെക്സ്റ്റ് ഇസ് മദ്രാസ് ഇൻഫാക്ട് അവരുടെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് സെറ്റിൽമെന്റ് ആയിരുന്നു. പിന്നീട് റൂളർ ഓഫ് ചന്ദ്രഗിരിയുടെ കയ്യിൽ നിന്നാണ് ഫ്രാൻസിസ് ഡേ പെർമിഷൻ വാങ്ങിച്ചിട്ട് 1639 മദ്രാസിൽ ഒരു ഫാക്ടറി ഉണ്ടാക്കുന്നത്. ലേറ്റർ ഇറ്റ് വാസ് ഫോർട്ടിഫൈഡ്. അതാണ് പിന്നീട് ഫേമസ് ആയിട്ടുള്ള ഫോർട്ട് സെയിന്റ് ജോർജ് ആക്കി മാറിയിട്ടുള്ളത്. അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആണ് ബ്രിട്ടീഷിന്റെ ഫോർട്ട് സെയിന്റ് ജോർജ്. നെക്സ്റ്റ് വൺ ഇസ് ഹൂഗ്ലി റീജൺ. ഇപ്പൊ മദ്രാസ് കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ഹൂഗ്ലി റീജണിലെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മുഗൾ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഷാ ഷൂജ 1651 ബ്രിട്ടീഷ് ഷാ ഷൂജയുടെ എന്ന് പെർമിഷൻ വാങ്ങുന്നുണ്ട് ഹൂഗ്ലി റീജണിൽ ട്രേഡ് ചെയ്യാനായിട്ട്. സോ ഷാ ഷൂജ ഗിവ്സ് പെർമിഷൻ ആൻഡ് വർഷത്തിൽ 3000 rupees
പേ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷാ ഷുജ. ആ ഒരു അഗ്രിമെന്റിൽ ബ്രിട്ടീഷിന് അവിടെ ഒരു ഫ്രീ ട്രേഡിന് വേണ്ടിയുള്ള പെർമിഷൻ ഷാ ഷുജ കൊടുക്കുന്നുണ്ട്. ബട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അവിടെ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കസ്റ്റംസ്, അത് മീൻസ് ലോക്കൽ കസ്റ്റംസ് അവിടുത്തെ ഈ ട്രേഡ് ഡ്യൂട്ടി ഒക്കെ വാങ്ങുക എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി. സോ അതുപോലെ തന്നെ ലോക്കൽസ് ബ്രിട്ടീഷിനെതിരെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവണം. സോ ബ്രിട്ടീഷ് തോട്ട് അവിടെ ആ റീജിയൻ ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി ഫോർട്ടിഫൈ ചെയ്യണം എന്ന്. സോ മുഗൾസിനോട് ഇവർ നെഗോഷിയേറ്റ് ചെയ്യും, ഞങ്ങൾക്ക് ഫോർട്ടിഫൈ ചെയ്യണം, കാരണം ലോക്കൽസ് എന്ന് പ്രശ്നം ഉണ്ടാവും എന്ന് പറയും. ബട്ട് മുഗൾസ് വർ നോട്ട് റെഡി. മുഗൾസിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഫോർട്ടിഫൈ ഒക്കെ ചെയ്യാൻ, കാരണം ബ്രിട്ടീഷ് കൂടുതൽ പവർഫുൾ ആവുമോ. ആക്ച്വലി പറയുന്നത് ആ കാലത്ത് ബ്രിട്ടീഷ് ഇത്ര വലിയ പവർ ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ബട്ട് ഫോർട്ടിഫൈ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഹ്യൂജ് സ്റ്റെപ്പായിട്ടാണ് മുഗൾസ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുള്ള പെർമിഷൻ കൊടുത്തിട്ടില്ല. സോ മുഗൾസും ബ്രിട്ടീഷും തമ്മിൽ ആക്ച്വലി അവിടെ ഒരു പ്രശ്നം സ്റ്റാർട്ട് ചെയ്യാണ്. മുഗൾസും ബ്രിട്ടീഷും തമ്മിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, മുഗൾസ് ഇംഗ്ലീഷും ബ്രിട്ടീഷും തമ്മിൽ കുറെ അധികം പ്രശ്നം ഉണ്ടാവും. ഫൈനലി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമാകും. ആൻഡ് 1686 എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ ഹൂഗ്ലി റീജിയൻ മൊത്തം മുഗൾസ് വന്നിട്ട് ഇംഗ്ലീഷിനെ മൊത്തം അവിടുന്ന് പറഞ്ഞുവിടും. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ഇൻ ഹിസ്റ്ററിയാണ്. ഹൂഗ്ലി റീജിയനിലെ ഇംഗ്ലീഷിനെ മൊത്തം മുഗൾസ്, കാരണം ഇതൊക്കെയാണ് മുഗൾസും ബ്രിട്ടീഷും തമ്മിലുള്ള പ്രശ്നം. ഹൂഗ്ലി റീജിയനിലെ ബ്രിട്ടീഷിനെ മൊത്തം മുഗൾസ് വന്ന് ഓടിച്ചുവിടും. ഇനി എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ, പിന്നീട് ഒരു സംഭവം എന്താന്ന് പറഞ്ഞാൽ, മുഗൾസിന്റെ അടുത്ത് വീണ്ടും ഈ ബ്രിട്ടീഷ് ഒരു നെഗോഷിയേഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിന് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ജോബ് ചാർണോക്ക്, ഇതൊക്കെ ഒരുപാട് പേര് ഞാൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഓർത്ത് വെക്കുക. ജോബ് ചാർണോക്ക് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് റെപ്രസെന്റേറ്റീവ് മുഗൾസുമായിട്ട് വീണ്ടും നെഗോഷിയേഷൻ ചെയ്തിട്ട്, ആഫ്റ്റർ ഹൂഗ്ലിയിൽ നിന്ന് പോവേണ്ടി വന്ന ശേഷം ജോബ് ചാർണോക്ക് മുഗൾസുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ബംഗാളിൽ തന്നെ സുതനൂത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് 1690 ഒരു സെറ്റിൽമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അത് സമ്മതിക്കും. ആക്ച്വലി സുതനൂത്തി അതുപോലെ തൊട്ടടുത്തുള്ള കുറെ ഏരിയാസ് കൂടെ ചേർന്നിട്ടാണ് പിന്നീട് 1700s വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബ്രിട്ടീഷിന്റെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഫോർട്ട് സെറ്റിൽമെന്റ് ആയിട്ടുള്ള ഫോർട്ട് വില്യം ആയിട്ട് മാറിയിട്ടുള്ളത്. ഇതാണ് പിന്നീട് ഫോർട്ട് വില്യം ആയിട്ടുള്ളത് 1700s. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഹൂഗ്ലി റീജിയനിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. സോ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്, ബ്രിട്ടീഷുകാർ ഓരോ സ്ഥലത്ത് പെർമിഷൻ ചോദിച്ചിട്ട് ഓരോ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കി പതുക്കെ അവരുടെ പവർ ഇവിടെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമുക്ക് എല്ലാവരും പറയുന്ന പോലെ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ അവർ പവർഫുൾ ആയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കേസാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്, ഹൂഗ്ലിയുടെ കേസ്, ഫോർട്ട് വില്യം ഉണ്ടായ കേസ്. അതാണ് പിന്നീട് ബ്രിട്ടീഷിന്റെ ഒരു നെർവ് സെന്റർ ആയിട്ട് മാറിയിട്ടുള്ളത്, ഈ ഒരു ഫോർട്ട് വില്യം. ആൻഡ് ഇപ്പോൾ ബ്രിട്ടീഷിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർമിഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല. ഈ ഫാറൂഖ് സിയാസ് ഫാർമൻസ് 1770 എന്ന് പറഞ്ഞൊരു സംഭവമാണ് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പെർമിഷൻ എന്ന് പറഞ്ഞാൽ. ഇതിനെയാണ് മാഗ്ന കാർട്ട ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷിന്റെ മാഗ്ന കാർട്ട ഇന്ത്യയിലെ എന്ന് അറിയപ്പെടുന്നത് ഫാറൂഖ് സിയാസ് ഫർമൻ ആണ്. ഫാറൂഖ് സിയാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, ഒരു ലേറ്റർ മുഗളാണ്, വളരെ വീക്ക് ആയിട്ടുള്ള ഒരു മുഗളാണ്. ആഫ്റ്റർ ഔറംഗസേബ് ഒരുപാട് വീക്ക് മുഗൾസ് ഉണ്ടായിട്ടുണ്ട്. സോ അതിലൊരു മുഗളാണ് ഫാറൂഖ് സിയാർ. സോ ഫാറൂഖ് സിയാർ ഇഷ്യൂഡ് ഫാർമൻസ് ഇൻ ഫേവർ ഓഫ് ബ്രിട്ടീഷ്. എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇവർക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരുപാട് റീജിയൻ, ഹൈദരാബാദ്, ഗുജറാത്ത്, അതുപോലെ ബംഗാൾ, ഈ റീജിയനിലൊക്കെ ട്രേഡ് ചെയ്യാനുള്ള കുറച്ച് പെർമിഷൻസ്, ഫ്രീ ട്രേഡ്, അതേപോലെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറച്ചുള്ള ട്രേഡ് ചെയ്യാനുള്ള പെർമിഷൻസ് ആണ് ഈ ഫാറൂഖ് സിയാർ ഫാർമൻ പ്രകാരം കിട്ടുന്നത്. ആ ഒരു പെർമിഷൻ ആണ് ആക്ച്വലി ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഒരു ഫാർമൻസ് പ്രകാരമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പൈസ കുറച്ച് രീതിയിൽ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷിന്. സോ അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫാർമൻസ് പ്രകാരം ബ്രിട്ടീഷിന് ഇവിടുത്തെ കൂടുതൽ പവർ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റി. സോ ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ബ്രിട്ടീഷിന് ഓരോ സ്ഥലങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യവും, അതുപോലെ എങ്ങനെയാണ് ബ്രിട്ടീഷ് ഒരു ഇമ്പോർട്ടൻറ്റ് പവറായി മാറി എന്നുള്ള കാര്യമാണ് ഞാൻ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രേ ഉള്ളൂ. പിന്നീട് പഠിക്കുന്നതാണ് മോഡേൺ ഹിസ്റ്ററി, അല്ലെ? പിന്നീട് ബാറ്റിൽ ഓഫ് പ്ലാസി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിക്കും. അതാണ് ആക്ച്വലി പിന്നീട് പഠിക്കുന്ന മോഡേൺ ഹിസ്റ്ററി. നമ്മൾ ഏർലി മോഡേൺ ഹിസ്റ്ററി, ഈ ഒരു പവർ ബ്രിട്ടീഷ് ഒരു സൂപ്പർ പവർ ആവുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലേറ്റർ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇറ്റ് വിൽ ബി സ്റ്റഡി ഡീറ്റെയിൽ ഇൻ ലേറ്റർ ക്ലാസ്സസ്. ഒരു മോഡേൺ ഹിസ്റ്ററിയുടെ ലേറ്റർ ക്ലാസ്സസിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഫ്രഞ്ച്. ഫ്രഞ്ചും ആക്ച്വലി ഒരു ഇമ്പോർട്ടൻറ്റ് പവർ ആണ്. സെയിം റീസൺസ്. ഫ്രഞ്ച് എന്തിനാ അങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ സെയിം റീസൺസ്. ഇവരെല്ലാം ട്രേഡ് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റബിൾ ആണെന്ന് കാണുന്നുണ്ടല്ലോ ഫ്രഞ്ച്. സോ ഫ്രഞ്ച് ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഇന്ത്യയിലോട്ട് വരുന്നു. ആൻഡ് ഒരുപാട് ഫാക്ച്വൽ പോയിന്റ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കുക, ആ ഒരു ടൈം ലൈൻ, എങ്ങനെയാണ് ഫ്രഞ്ച് ഇവിടെ വന്നതെന്നുള്ള കാര്യം, ഇവിടെ എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യം ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കോൾബർട്ട്, എ മിനിസ്റ്റർ under Louis XIV, formed the French East India Company in 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. 1664 ആണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാകുന്നത്.
ഫ്രാൻസിസ് കാരോൺ എസ്റ്റാബ്ലിഷ്ഡ് ദ ഫസ്റ്റ് ഫ്രഞ്ച് ഫാക്ടറി ഇൻ സൂറത്ത് അബൌട്ട് 1668. 1668 ഫസ്റ്റ് ഫ്രഞ്ച് ഫാക്ടറി എവിടെയാണ്? സൂറത്ത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സൂറത്താണ് ഫസ്റ്റ് ഫ്രഞ്ച് ഫാക്ടറി. ഇംഗ്ലീഷിന്റെ മസൂലിപ്പട്ടണം, ഫ്രഞ്ചിന്റെ സൂറത്ത്. 1668 ഫ്രാൻസിസ് കാരോൺ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് വേറൊരു ഫ്രഞ്ച് പേഴ്സൺ മെർക്കാറ built a factory as മസൂലിപ്പട്ടണം in 1669. സോ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് മസൂലിപ്പട്ടണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു, ഒരു ഇമ്പോർട്ടന്റ് പോർട്ടായിരുന്നു. ബ്രിട്ടീഷിനും അതെ, അതുപോലെ ഫ്രഞ്ചിനും അതെ, മസൂലിപ്പട്ടണം ഒരു ഇമ്പോർട്ടന്റ് പോർട്ടാണ്, സൂററ്റ് ഒരു ഇമ്പോർട്ടന്റ് പോർട്ടാണ് അല്ലെ. അവിടെ രണ്ടവിടെയും ഇവര് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഫ്രഞ്ച് ഗോട്ട് പെർമിഷൻ ടു എറക്ട് ഫാക്ടറി അറ്റ് ചന്ദ്രനഗർ നിയർ കൽക്കട്ട ഫ്രം ദ ഗവർണർ ഷെയ്സ്താ ഖാൻ ഇൻ 1673. ചന്ദ്രനഗർ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. ചന്ദ്രനഗറിലും ഫ്രഞ്ചിന് ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അതിന് പെർമിഷൻ വാങ്ങിച്ചുള്ളത് ഷെയ്സ്താ ഖാൻ ഇൻ ദ ഇയർ 1673. Next one, Francois Martin, the director of Masulipatanam factory, was granted a location for a colony in 1673 by Sher Khan Lodi, the administrator of Valikantapuram under the Bijapur Sultan. അതുപോലെ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറയാൻ പോകുന്നത്. ഫ്രാൻകോയിസ് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് റെപ്രസെന്റേറ്റീവിന് ഷേർഖാൻ ലോഡി, വാലികണ്ഠപുരം, ബീജാപ്പൂർ സുൽത്താൻ അണ്ടറിലുള്ള ഒരു വാലികണ്ഠപുരം, അതിലൊരു റൂളർ ആയിട്ടുണ്ടായിരുന്ന ഷേർഖാൻ ലോഡി ഒരു പെർമിഷൻ കൊടുക്കുകയാണ്, ഒരു സ്ഥലം കൊടുക്കുകയാണ് അവിടെ ഫ്രഞ്ച് സെറ്റിൽമെന്റ്സ് ഒക്കെ വെക്കാൻ. ആ സ്ഥലമാണ് എന്ത്? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയാണ് ഏറ്റവും വലിയ ഫ്രഞ്ച് സെറ്റിൽമെന്റ്. സോ ഗോവയുടെ പോർച്ചുഗീസിന്റെ ഗോവ എന്നുള്ള പോലെ തന്നെ ഫ്രഞ്ചിന്റെ പോണ്ടിച്ചേരി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് ആണ്. 1673 ഫ്രഞ്ചിന് പോണ്ടിച്ചേരിയിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കാനുള്ള ഒരു പെർമിഷൻ കൊടുക്കുന്നത് ആരാണ്? ഷേർഖാൻ ലോഡിയാണ് കൊടുക്കുന്നത്. ഹി വാസ് ദി അഡ്മിനിസ്ട്രേറ്റർ ഓഫ് വാലികണ്ഠപുരം. ആൻഡ് Francois Martin thus established Pondicherry as a significant location after gaining command in 1674. 1674 അങ്ങനെ പോണ്ടിച്ചേരി എന്നുള്ള ഫ്രഞ്ചിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് 1674 ഫ്രഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻകോയിസ് മാർട്ടിൻ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതാണ് പിന്നീട് ഫ്രഞ്ചിന്റെ ഒരു നെർവ് സെന്റർ ഇൻ ഇന്ത്യ ആയി മാറുന്നത്. സോ അങ്ങനെയാണ് ആക്ച്വലി ഫ്രാൻസ് ഇവിടെ ഒരു പവർ ഉണ്ടാക്കിയെടുക്കുന്നതും ഇവിടുത്തെ സ്ഥലങ്ങൾ അക്വയർ ചെയ്യുന്നതും ആ ഒരു രീതിയിലാണ്. ഇതിലെ പോണ്ടിച്ചേരി 1674 എന്നുള്ള ഇയർ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കുക. ആൻഡ് ഫ്രാൻകോയിസ് മാർട്ടിന് ശേഷം ഇവിടെ കാരോൺ, ഫ്രഞ്ച് റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ കാരോൺ എന്ന് പറഞ്ഞ ആളാണ്. ഫ്രാൻകോയിസ് മാർട്ടിന് ശേഷം ആഫ്റ്റർ പോണ്ടിച്ചേരിയൊക്കെ വാങ്ങിച്ചതിന് ശേഷം നെക്സ്റ്റ് കാരോൺ കെയിം. ആൻഡ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് കമേഴ്ഷ്യൽ സെന്റേഴ്സ് ആ സമയത്ത് മാഹെ, കറായ്ക്കൽ, ബലാസോർ, കാസിം ബസാർ ഇങ്ങനത്തെ കുറെ സ്ഥലത്തും കൂടെ ഫ്രഞ്ചിന്റെ ഒരു സെറ്റിൽമെന്റ് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ആക്ച്വലി എങ്ങനെയാണ് ഇവര് ഫ്രഞ്ച് ഡിക്ലൈൻ ആയതെന്നുള്ളതും പഠിക്കണം. ആക്ച്വലി ഇംഗ്ലീഷ് ആണ് ഫൈനലി പവർ കൂടുതൽ വന്നിട്ടുള്ളത്. സോ എങ്ങനെ ഫ്രഞ്ചിന് ഡിക്ലൈൻ ഉണ്ടായി, ഇന്ത്യയിൽ പവർ ഡിക്ലൈൻ ഉണ്ടായി എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. സോ ആക്ച്വലി ഫ്രഞ്ചിന് ഡച്ചിനോടും അതുപോലെ ഫ്രഞ്ചിന് ഇംഗ്ലീഷിനോടും റൈവൽറി ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള പ്രശ്നം കാരണമാണ് ആക്ച്വലി ഫ്രഞ്ച് പവർ ഇല്ലാതായി പോയത്. സോ ഫസ്റ്റ് വൺ, ഡച്ചും ഫ്രഞ്ചും തമ്മിലുള്ള റൈവൽറി എന്തെന്ന് പറഞ്ഞാൽ 1674 ഫ്രഞ്ച് എസ്റ്റാബ്ലിഷ്ഡ് പോണ്ടിച്ചേരി അല്ലെ. 1693 ആയപ്പോഴത്തേക്കും ഡച്ച് പോണ്ടിച്ചേരിനെ ക്യാപ്ചർ ചെയ്തു. ഫ്രഞ്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെറ്റിൽമെന്റ് ആയിട്ടുള്ള പോണ്ടിച്ചേരി ഡച്ച് 1693 ക്യാപ്ചർ ചെയ്തു. ബട്ട് ഇവർ തമ്മിൽ പ്രശ്നമുണ്ടായി. ബട്ട് ഒരു ട്രീറ്റി സൈൻ ചെയ്തു. ട്രീറ്റി ഓഫ് റിസ്വിക് എന്നാണ് അതിന്റെ പേര് ഓർത്ത് വെക്കുക. ട്രീറ്റി ഓഫ് റിസ്വിക് ഇൻ 1697. ആ ട്രീറ്റി പ്രകാരം പോണ്ടിച്ചേരി ആക്ച്വലി ഫ്രഞ്ചിന് കൊടുക്കുകയാണ് ചെയ്തത്. ഇവർ തമ്മിലൊരു കോംപ്രമൈസ് എത്തി. ഡച്ചിന്റെ കയ്യിൽ നിന്നും പോണ്ടിച്ചേരി തിരിച്ച് ഫ്രഞ്ചിന് കൊടുത്തു. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈവൽറി എന്ന് പറയുന്നത് ഡച്ച് ഫ്രഞ്ച് റൈവൽറി ഒന്നുമല്ല, അത് ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറി ആണ്. ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറി എന്ന് പറയുന്നത് ഒരു ക്ലാസിക് റൈവൽറി ആണ്. അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക്കാണ്. അതിപ്പോൾ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ല, പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ല. വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തന്നെ ഫ്രഞ്ചും ഇംഗ്ലണ്ടും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന കൺട്രീസ് ആണ്. സോ അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഒബ്വിയസ്ലി ഒരു ടെറിട്ടറിയിൽ ഫ്രഞ്ചും ഇംഗ്ലീഷും കോ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും പ്രശ്നം ഉണ്ടാവും, കാരണം വേൾഡ് വൈഡ് ഇവർ തമ്മിൽ പ്രശ്നമുണ്ട്. സോ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി. ദാറ്റ് വാസ് ഈ ഒരു പ്രശ്നങ്ങൾ കളക്റ്റീവ്ലി നമ്മൾ അറിയപ്പെടുന്നത് ലെജൻഡറി ആയിട്ടുള്ള കർണാട്ടിക് വാർസ് എന്നാണ് അറിയപ്പെടുന്നത്. കർണാട്ടിക് വാർസ്, 3 കർണാട്ടിക് വാർസ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ. വളരെയധികം ഫേമസ് ആണ് ഈ കർണാട്ടിക് വാർസ് എന്ന് പറഞ്ഞാൽ. സോ ഇതാണ് ഫ്രഞ്ചും അതേപോലെ തന്നെ ഇംഗ്ലീഷും തമ്മിലുള്ള റൈവൽറി എന്ന് പറഞ്ഞാൽ. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് 2 കർണാട്ടിക് വാർസ് ഹാപ്പൻഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡൂപ്ലെക്സ് എന്നുള്ള ഫ്രഞ്ച് ഗവർണറിന്റെ അണ്ടറിലാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്.
So ഇവിടെ കൊടുത്തിട്ടുള്ളത് പോലെ it is a historical rivalry, and in India it was seen in the form of 3 Carnatic wars. The advent of French governor Joseph Francois Dupleix in India in around 1742 CE marked the start of Anglo-French warfare, which culminated in the legendary Carnatic wars. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഓരോ വാറും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് കർണാട്ടിക് വാർ 1740 to 48. എന്താണ് ഫസ്റ്റ് കർണാട്ടിക് വാറിൽ നടന്നിട്ടുള്ളതെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് ആക്ച്വലി വേൾഡ് വൈഡ് നടന്നിട്ടുള്ള ഫ്രഞ്ചും ഇംഗ്ലണ്ടും കൂടെ ഉള്ള ഒരു വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് വാർഫെയർ ആണ്. ഓസ്ട്രേലിയൻ വാർ സക്സഷൻ, അങ്ങനെ ഒരു ഓസ്ട്രേലിയയിലെ സക്സഷൻ കാരണം ഉണ്ടായിട്ടുള്ള ഒരു വാറാണ്. ഒരു വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ ആണ് ഇന്ത്യ. ഇത് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയർ ക്വിസിൽ. യെസ്, വേൾഡ് വൈഡിൽ നടന്നിട്ടുള്ള ബ്രിട്ടീഷും അതേപോലെ ഫ്രഞ്ചും തമ്മിലുള്ള ഓസ്ട്രേലിയൻ സക്സഷൻ ആ ഒരു ടോപ്പിക്കിനെ ചൊല്ലിയുള്ള വഴക്കിനൊരു ഇംപ്ലിക്കേഷൻ ആണ് ആക്ച്വലി ഫസ്റ്റ് കർണാട്ടിക് വാർ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്. എന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഇംഗ്ലീഷ് നേവി സീസ്ഡ് ഫ്രഞ്ച് ഷിപ്സ് ടു പ്രൊവോക്ക് ഫ്രാൻസ്. ഫ്രാൻസിന്റെ കുറെ ഷിപ്പുകളെ ഇംഗ്ലീഷ് ക്യാപ്ചർ ചെയ്യാണ് അങ്ങനെയാണ് ആക്ച്വലി ഒരു വാർ തുടങ്ങുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഫ്രാൻസ് റിറ്റേലിയേറ്റഡ് ബൈ സീസിങ് മദ്രാസ്. അപ്പൊ ഫ്രാൻസ് വെറുതെ ഇരുന്നില്ല, ഇംഗ്ലീഷിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെറിട്ടറിയാണ് മദ്രാസ് ഫ്രാൻസ് ക്യാപ്ചർ ചെയ്തു. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമായി. ആ ഒരു വാറാണ് ആ ഒരു ബാറ്റിൽ ഓഫ് സെന്റ് തോം ഓർ അടയാർ. സോ ബാറ്റിൽ ഓഫ് സെന്റ് തോം അടയാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കർണാട്ടിക് വാറിൽ നടന്നിട്ടുള്ള ഒരു ബാറ്റിലാണ്. ഈ ബാറ്റിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് അതേപോലെ തന്നെ കർണാട്ടിക് റീജിയനിലുള്ള, ഈ കർണാട്ടിക് എന്ന് പറഞ്ഞാൽ കോറമണ്ടൽ കോസ്റ്റിലുള്ള ഒരു റീജിയൻ ആണ്. സോ കർണാട്ടിക്കിലെ നവാബും അതുപോലെ ഫ്രഞ്ചും ഇംഗ്ലീഷും കൂടെ കമ്പയർ ചെയ്തിട്ട് ഇംഗ്ലീഷും അതുപോലെ കർണാട്ടിക് നവാബും ഇംഗ്ലീഷിനൊരു സപ്പോർട്ടറാണ്. സോ ഇംഗ്ലീഷും കർണാട്ടിക് നവാബും ഒരുമിച്ച് ഇംഗ്ലീഷിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ആക്ച്വലി ഫ്രഞ്ചിനാണ് ഇവിടെ ഒരു വിക്ടറി ഉണ്ടായിട്ടുള്ളത്. ഫ്രഞ്ചിന് മദ്രാസ് റീജിയനിലുള്ള ഫോർട്ട് സെയിന്റ് ജോർജ്, നേരത്തെ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് പോർട്ടാണ് ഫോർട്ട് സെയിന്റ് ജോർജ്. ഫോർട്ട് സെയിന്റ് ജോർജ് ഫ്രഞ്ചിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ആക്ച്വലി ഫ്രഞ്ചിന് ഒരു വിക്ടറി ഉണ്ടായി. ബട്ട് ഈ ഒരു പ്രശ്നത്തിന് ശേഷം ട്രീറ്റി ഓഫ് ഐഗ്സ് ലാ ചാപ്പേൽ വാസ് സൈൻഡ് ഇൻ ദി ഇയർ 1748. ഈ ഒരു ട്രീറ്റി പ്രകാരം ഈ ഒരു വാർ അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ മദ്രാസ് തിരിച്ച് ഇംഗ്ലീഷിനെ കൊടുത്തു. ആൻഡ് നോർത്ത് അമേരിക്കൻ, ഇതൊരു വേൾഡ് വൈഡ് നടന്ന ഒരു വാറാണ് ഞാൻ പറഞ്ഞല്ലോ. സോ നോർത്ത് അമേരിക്കൻ ടെറിട്ടറീസ് എല്ലാം എന്ത് ചെയ്തു? ഫ്രഞ്ചിന് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. സോ ഇന്ത്യയിലെ മദ്രാസ് ഇംഗ്ലീഷിനും കൊടുത്തു, നോർത്ത് ഇന്ത്യൻ ടെറിട്ടറീസും എല്ലാം ഫ്രഞ്ചിന് കൊടുക്കുകയും ചെയ്തു. സോ ഇതിലിപ്പോ ഇമ്പോർട്ടന്റ് പോയിന്റ് 1-2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാറ്റിൽ ഓഫ് സെന്റ് തോം അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് അടയാർ 1746 നടന്നിട്ടുള്ളത് ഫസ്റ്റ് കർണാട്ടിക് വാറിലാണ്. ഫോർട്ട് സെന്റ് ജോർജ് ഫ്രഞ്ച് ക്യാപ്ചർ ചെയ്യാൻ ചെയ്തിട്ടുള്ള ഒരു വാറിൽ അത് എൻഡ് ചെയ്യാനുള്ള ഒരു ട്രീറ്റിയാണ് എന്ത്? ട്രീറ്റി ഓഫ് ഐഗ്സ് ലാ ചാപ്പേൽ. ഇത് പ്രകാരം മദ്രാസ് തിരിച്ച് ഇംഗ്ലീഷിന് കൊടുത്തു. മദ്രാസ് വാസ് റിട്ടേൺ ടു ഇംഗ്ലീഷ്, അതാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഫ്രഞ്ച് റിസീവ് ദി കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക ഇൻ എക്സ്ചേഞ്ച്. So last point, Dupleix, the French governor who had led the French armies to victory in the first Carnatic war. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൂപ്ലെക്സ് ആണ് ഈ ഒരു ഫ്രഞ്ച് ഫസ്റ്റ് കർണാട്ടിക് വാർ ഫ്രഞ്ചിന് വേണ്ടിയിട്ട് ലീഡ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വൺ ഇസ് സെക്കൻഡ് കർണാട്ടിക് വാർ 1749-54. ആക്ച്വലി ഫസ്റ്റ് കർണാട്ടിക് വാർ കഴിഞ്ഞിട്ട് ഒരു വിക്ടറി ഒക്കെ കിട്ടുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ അംബീഷ്യസ് ആവും അല്ലെ. ഡൂപ്ലെക്സ് വാസ് മച്ച് മോർ അംബീഷ്യസ് വെൻ കമ്പയർഡ് ടു ഫസ്റ്റ് കർണാട്ടിക് വാർ ദിസ് ടൈം. ഈ സമയത്ത് എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പവർ ഉണ്ടാക്കാൻ വേണ്ടി ഡൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ റൂളേഴ്സിന്റെ പൊളിറ്റിക്സിൽ ഇന്റർഫിയർ ചെയ്യാൻ നോക്കി. വാർ ഓഫ് സക്സഷനിൽ ഇന്റർഫിയർ ചെയ്യാൻ നോക്കി. ഇപ്പോൾ ഈ ഒരു സമയത്ത് സെക്കൻഡ് കർണാട്ടിക് വാർ നടക്കുന്ന സമയത്ത് ഹൈദരാബാദിലും അതുപോലെ തന്നെ കർണാട്ടിക് റീജിയൻ എന്ന് വെച്ചാൽ മദ്രാസ്, ഇപ്പൊ കാണുന്ന മദ്രാസ് കോറമണ്ടൽ കോസ്റ്റ് ആ റീജിയനിലും ഒരു വാർ ഓഫ് സക്സഷൻ നടക്കുന്നുണ്ടായിരുന്നു. നിസാമുൽ മുൽക്ക് അറിയാലോ, ഹൈദരാബാദ് ക്രിയേറ്റ് ചെയ്ത ഒരാളാണ് നിസാമുൽ മുൽക്ക്. ഹി ഡൈഡ്. ആൻഡ് അടുത്ത റൂളർ ആരാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ 2 പേഴ്സൺ കണ്ടസ്റ്റഡ് ഫോർ ദാറ്റ് ത്രോൺ. ഒരാളാണ് മുസാഫർ ജംഗ്, വേറൊരാളാണ് നാസർ ജംഗ്. സോ ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു, ആർക്കാണ് ത്രോൺ വേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ ഈ കർണാട്ടിക് റീജിയനിലും ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ബിറ്റ്വീൻ അൻവറുദ്ദീൻ ആൻഡ് ചന്ദ സാഹിബ്. ഇങ്ങനെ 4 പേര് തമ്മിൽ 2 റീജിയനിൽ ഫൈറ്റ് ഉണ്ടായിരുന്നു. സോ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ഒരാളുടെ സൈഡ് ചെയ്തു, ഇംഗ്ലീഷ് വേറൊരാളുടെ കൂടെ സൈഡ് ചെയ്തു. ഇപ്പൊ ഹൈദരാബാദ് റീജിയനിലാണെന്നുണ്ടെങ്കിൽ മുസാഫർ ഖാന്റെ കൂടെ ഫ്രഞ്ച് സൈഡ് ചെയ്തു, അവിടെ നസാർ ഖാന്റെ കൂടെ ഇംഗ്ലീഷ് സൈഡ് ചെയ്തു. മനസ്സിലായോ? സോ 2 സൈഡ് നിന്നിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യുക, വേറൊരാളെ സപ്പോർട്ട് ചെയ്യുക. ഒബ്വിയസ്ലി അവിടെ വളരെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെ പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നമാണ് ആക്ച്വലി ബാറ്റിൽ ഓഫ് അംബൂർ 1749. ഈ ഒരു വാർ ഓഫ് സക്സഷനിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു കർണാട്ടിക് റീജിയനിലെ അൻവറുദ്ദീൻ ഖാൻ
അൻവറുദ്ദീൻ ഖാനും അതുപോലെ ചന്ദ സാഹിബും തമ്മിലായിരുന്നല്ലോ കർണാടക റീജിയനിൽ ഫൈറ്റ് ചെയ്തത്. ഈ അൻവറുദ്ദീൻ ഖാനെ ആക്ച്വലി ഫ്രഞ്ചും അതേപോലെ ചന്ദ സാഹിബും കൂടെ ചേർന്നിട്ട് കൊന്നു. അതാണ് ബാറ്റിൽ ഓഫ് അമ്പൂർ. വെല്ലൂർ റീജിയനിൽ വെച്ചിട്ടാണ് കൊന്നത്. അതാണ് ആക്ച്വലി 1749 നടന്നത് ബാറ്റിൽ ഓഫ് അമ്പൂർ. സോ ആക്ച്വലി ഫ്രഞ്ചിന് ഒരു വിക്ടറിയാണ് ഇവിടെ ഉണ്ടാവുന്നത്. ബട്ട് ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. തൊട്ട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സീജ് ഓഫ് ആർക്കൂട്ട്, ഇതും ഈ ഒരു സെക്കൻഡ് കർണാട്ടിക് വാറിൽ വരുന്ന ഒരു സംഭവമാണ്. സീജ് ഓഫ് ആർക്കൂട്ട് 1751. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാറ്റിൽ ഓഫ് അമ്പൂറിന് ശേഷം, ഈ ഫ്രഞ്ച് ജയിച്ചതിന് ശേഷം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ചന്ദ സാഹിബാണ് റൂളറായിട്ട് വന്നത്. അതുപോലെ തന്നെ മുസാഫർ ജംഗും ആണ് ഹൈദരാബാദിലും റൂളറായിട്ട് വരുന്നത്. ഇവർക്കാണ് പവർ കിട്ടിയിട്ടുള്ളത്. സോ ആ സമയത്ത് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവര് ഇംഗ്ലീഷിന്റെ ഒരുപാട് ടെറിട്ടറീസ് ക്യാപ്ചർ ചെയ്യും. ലൈക്ക് ട്രിച്ചിനോപ്പള്ളി, ഇപ്പോഴത്തെ ട്രിച്ചി, ആ സ്ഥലമൊക്കെ ക്യാപ്ചർ ചെയ്യാണ് ഈ ഒരു ചന്ദ സാഹിബൊക്കെ. സോ അത് ഒരു നെർവ് സെന്റർ ഓഫ് ഇംഗ്ലീഷുകാരുടെ സെറ്റിൽമെന്റ് ആണ് ട്രിച്ചിനോപ്പള്ളി എന്ന് പറഞ്ഞാൽ. സോ റോബർട്ട് ക്ലൈവ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റൂളറാണ്, അറിയാലോ, മീൻസ് ഒരു പേഴ്സൺ ആണ്, ബ്രിട്ടീഷിന്റെ ഒരു ഗവർണർ ആയിരുന്നു, വൈസ്രോ ആയിരുന്നു റോബർട്ട് ക്ലൈവ്. സോ റോബർട്ട് ക്ലൈവ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി കൊണ്ടുവന്നു, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വാർഫെയർ കൊണ്ടുവന്നു. സോ ചന്ദ സാഹിബ് ട്രിച്ചിനോപ്പള്ളി ക്യാപ്ചർ ചെയ്ത് ഇരിക്കുന്ന സമയമാണ്. ആ സമയത്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവരുടെ ഫ്രഞ്ചിന് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമായിട്ടുള്ള മദ്രാസ്, അതായത് ഫ്രഞ്ചിന്റെ ഇമ്പോർട്ടന്റ് ആയ സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ ചന്ദ സാഹിബ് കർണാട്ടിക്കിന്റെ റൂളർ ആയിരുന്നല്ലോ. സോ മദ്രാസ് റീജിയൻ കംസ് അണ്ടർ കർണാട്ടിക്. സോ ചന്ദ സാഹിബ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് മദ്രാസ്. സോ മദ്രാസ് റോബർട്ട് ക്ലൈവ് ക്യാപ്ചർ ചെയ്യാൻ നോക്കി. ചന്ദ സാഹിബ് വാസ് അറ്റ് ട്രിച്ചിനോപ്പള്ളി. സോ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ചന്ദ സാഹിബ് തിരിച്ച് മദ്രാസിലോട്ട് വരേണ്ടി വരും. അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ചന്ദ സാഹിബ് ട്രിച്ചിനോപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴി ഇവര് റോബർട്ട് ക്ലൈവ് ആൻഡ് ഇംഗ്ലീഷ് ആർമി ട്രിച്ചിനോപ്പള്ളി പോയിട്ട് ട്രിച്ചിനോപ്പള്ളി ക്യാപ്ചർ ചെയ്യും. സോ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കിയിട്ട് ട്രിച്ചിനോപ്പള്ളിയും ക്യാപ്ചർ ചെയ്യും. ആൻഡ് ചന്ദ സാഹിബിന് ആക്ച്വലി ഈ മദ്രാസും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. സോ 2 സ്ഥലവും പോവും. ആൻഡ് ഫ്രഞ്ച് ആക്ച്വലി ലോസ്റ്റ് ഇൻ ദിസ് വാർ. ഈ ഒരു വാറാണ് സീജ് ഓഫ് ആർക്കൂട്ട് 1751. ഇതോടുകൂടി ഫ്രഞ്ചിന് ആക്ച്വലി എന്താണ്, ഒരു കംപ്ലീറ്റ് ലോസ് ആണ് ഉണ്ടാവുന്നത്. ഇംഗ്ലീഷ് അവിടെ ജയിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഡൂപ്ലിക്സ് ആക്ച്വലി ലോസ്റ്റ്. അതുകൊണ്ട് തന്നെ ഡൂപ്ലെക്സിനെതിരെ ഫ്രഞ്ച് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഡൂപ്ലെക്സിനെ ഇന്ത്യയിൽ നിന്ന് തിരിച്ച് വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഗോഡേഹ്യൂ എന്ന് പറഞ്ഞ ആളാണ് ഡൂപ്ലെക്സിനെ സക്സീഡ് ചെയ്യുന്നത്. പിന്നെ അദ്ദേഹമാണ് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി, ഈ ഒരു വാർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി ഒക്കെ സൈൻ ചെയ്യും 1755. അത് പ്രകാരം ആ സമയത്ത് ഏതൊക്കെ ടെറിട്ടറീസ് ആണോ ഇംഗ്ലീഷിനും ഫ്രഞ്ചിനും ഒക്കെ ഉള്ളത് അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി. അതേപോലെ തന്നെ ഇനി ഒരു കാരണവശാലും ഇങ്ങനത്തെ റൂളേഴ്സിന്റെ സക്സഷൻ ഓഫ് അവരുടെ നേറ്റീവ് റൂളേഴ്സിന്റെ ഫൈറ്റിലൊന്നും ഇടപെടില്ല എന്നുള്ളൊരു ഉറപ്പും കൂടെ ഈ ഒരു ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി പ്രകാരം ഉണ്ടാക്കി. ഈ ഒരു വാറിലൊക്കെ ഇടപെട്ടത് കൊണ്ടാണ് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സംഭവം ഇനി ചെയ്യില്ല എന്നുള്ള കാര്യം ഇവർ ഉറപ്പ് കൊടുക്കുകയാണ് ചെയ്തത് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി പ്രകാരം. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് തേർഡ് കർണാട്ടിക് വാർ. തേർഡ് കർണാട്ടിക് വാർ ഹാപ്പൻഡ് ഇൻ ദ ഇയർ 1758 and 63. ഇതും ആക്ച്വലി വേൾഡ് വൈഡ് നടന്നിട്ടുള്ള ഒരു പ്രശ്നം. അതായത് ഓസ്ട്രിയ മീൻസ് സൈലേഷ് 7 years വാർ എന്ന് പറയും. വേൾഡ് വൈഡ് നടന്നിട്ടുള്ള ഒരു ഫേമസ് വാർ ആണ്. വേൾഡ് ഹിസ്റ്ററിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു വാറാണ് 7 years വാർ, ഫ്രഞ്ചും ഇംഗ്ലീഷും തമ്മിൽ നടക്കുന്ന. അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ ആണ് ഈ ഒരു തേർഡ് കർണാട്ടിക് വാർ എന്ന് പറഞ്ഞാൽ. വൺസ് അഗെയിൻ യുണൈറ്റഡ് കിങ്ഡം ആൻഡ് ഫ്രാൻസ് വർ ഓൺ ഓപ്പോസിംഗ് സൈഡ്സ്. ആൻഡ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് ട്രൂപ്പിനെ ലീഡ് ചെയ്തിട്ടുള്ളത് കൗണ്ട് ഡി ലാലി ആണ്. 1758 കൗണ്ട് ഡി ലാലി ക്യാപ്ചേർഡ് ഇംഗ്ലീഷ് ഫോർട്സ് ഓഫ് വിജയനഗരം ആൻഡ് സെന്റ് ഡേവിഡ്. ഇംഗ്ലീഷിന്റെ പോർട്സ് ആയിട്ടുള്ള വിജയനഗരം ആൻഡ് സെന്റ് ഡേവിഡ് എന്നുള്ള സ്ഥലങ്ങൾ കൗണ്ട് ഡി ലാലി ഫ്രഞ്ച് ട്രൂപ്പ് വെച്ച് ക്യാപ്ചർ ചെയ്യും. ആൻഡ് ഇംഗ്ലീഷ് എന്ത് ചെയ്യും, തിരിച്ച് അറ്റാക്ക് ചെയ്യും. മസൂലിപട്ടണത്ത് ഫ്രഞ്ചിന്റെ ഫ്ലീറ്റിനെ അറ്റാക്ക് ചെയ്യും. മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു വാർഫെയർ നടക്കുകയാണ് തേർഡ് കർണാട്ടിക് വാറിൽ. ആൻഡ് ബാറ്റിൽ ഓഫ് വണ്ടി വാഷ് എന്ന് പറയുന്നത് ഇതിലൊരു ഇമ്പോർട്ടന്റ് ബാറ്റിൽ ആണ്. 1760 നടന്നിട്ടുള്ളത്. ജനറൽ എയർകൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആണ് അത് ലീഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബാറ്റിൽ ഓഫ് വണ്ടി വാഷോടുകൂടി ഫ്രഞ്ചിനെ കംപ്ലീറ്റ്ലി ഇന്ത്യയിൽ നിന്ന് ജനറൽ എയർകൂട്ട് എന്താ പറയുക റൂട്ട് ചെയ്ത് കളയും. മനസ്സിലായോ? ഫ്രഞ്ചിന്റെ പവർ ഭയങ്കരമായിട്ട് കുറയും ആഫ്റ്റർ ദിസ് ബാറ്റിൽ ഓഫ് വണ്ടി വാഷ്. ദിസ് ബാറ്റിൽ ഓഫ് വണ്ടി വാഷ് ഹാപ്പൻഡ് ഇൻ ദ ഇയർ 1760. ആക്ച്വലി അതോട് കൂടിയിട്ടാണ് ഫ്രഞ്ചിന്റെ പവർ കുറയുന്നത് ഇന്ത്യയിൽ. ആൻഡ് ഇതും ഈ തേർഡ് കർണാട്ടിക് വാർ എൻഡ് ചെയ്യുന്നത് ട്രീറ്റി ഓഫ് പീസ് ഓഫ് പാരീസ് 1763 പ്രകാരമാണ്. അത് പ്രകാരമാണ് ഈ ഒരു തേർഡ് കർണാട്ടിക് വാർ എൻഡ് ചെയ്യുന്നത്, ആ ഒരു ട്രീറ്റി സൈൻ ചെയ്തിട്ട്. ബട്ട് ഫ്രഞ്ച് ഇൻഡസ്ട്രീസ് ഒക്കെ ഈ ഒരു
ട്രീറ്റി പ്രകാരം ഫ്രാൻസിന് തിരിച്ചു കൊടുക്കുമെങ്കിലും ബട്ട് ഫ്രാൻസിന് ഉണ്ടായിരുന്ന പണ്ടത്തെ ആ ഒരു പ്രതാപം, ആ ഒരു പവർ ഒന്നും ഇല്ലാതായി പതുക്കെ പതുക്കെ ഫ്രാൻസ് ഇന്ത്യയിൽ നിന്ന് ഡിമിനിഷ്ഡ് ആവാൻ തുടങ്ങി, വളരെയധികം പവർഫുൾ അല്ലാതാവാൻ തുടങ്ങി. ആൻഡ് the Dutch having already been beaten in the Battle of Bidara in 1759. Battle of Bidara already പറഞ്ഞല്ലോ, ഡച്ചിനെ ഇംഗ്ലീഷ് തോൽപ്പിച്ചു എന്നുള്ള കാര്യം. ഇപ്പൊ ഫ്രഞ്ചും തോറ്റു, ഓൾറെഡി പോണ്ടിച്ചേരി തോറ്റു, പിന്നെ ആരാ പവർഫുൾ? ബ്രിട്ടീഷ്. ഇംഗ്ലീഷ് ബിക്കെയിം ദ ഡോമിനന്റ് യൂറോപ്യൻ ഫോഴ്സ് ഓൺ ഇന്ത്യൻ കോണ്ടിനെന്റ്. അങ്ങനെയാണ് ആക്ച്വലി എന്താണ് ഇംഗ്ലീഷ് ഒരു ഡോമിനന്റ് പവർ ആയിട്ട് വരുന്നത്. ആക്ച്വലി ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു ആളും കൂടെ ഉണ്ട്, ഒരു യൂറോപ്യൻ പവറും കൂടെ ഉണ്ട്. അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല മോഡേൺ ഹിസ്റ്ററിയിൽ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സോ നമ്മൾ എങ്ങനെയാണ് ഫ്രാൻസിന്റെ പവർ ഡിക്ലൈൻ ആയതെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് ആക്ച്വലി ഇംഗ്ലീഷ് സക്സസ്ഫുൾ ആയതും എന്തുകൊണ്ടാണ് ഫ്രഞ്ച് ഫെയിലിയർ ആയതെന്നുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സോ ഇവിടെ നോക്കുക. ഫസ്റ്റ് വൺ, ഇംഗ്ലീഷ് കമ്പനി വാസ് എ പ്രൈവറ്റ് എന്റർപ്രൈസ് വിച്ച് ഇൻസ്റ്റിൽഡ് ഇൻ ദ പീപ്പിൾ എ സെൻസ് ഓഫ് പ്രൈഡ് ആൻഡ് സെൽഫ് അഷുറൻസ്. ഓൺ ദ അതർ ഹാൻഡ് ഫ്രഞ്ച് കമ്പനി വാസ് എ ഗവൺമെന്റ് ഓൺഡ് എന്റർപ്രൈസ്. ഫ്രഞ്ച് കമ്പനി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓണ്ടും അതേപോലെ ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയുന്നത് പ്രൈവറ്റ്ലി ഓൺഡും ആയിരുന്നു. സോ എന്താ സംഭവിക്കുക? ഫ്രഞ്ച് കമ്പനി ഒരുപാട് ഫ്രഞ്ച് ഗവൺമെന്റ് ഒരുപാട് കൺട്രോൾ ഈ ഫ്രഞ്ച് കമ്പനിയിൽ ഉണ്ടാവും, ബട്ട് ആ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇംഗ്ലീഷ് കമ്പനിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് കമ്പനി ക്യാൻ ടേക്ക് ഇമ്പൾസീവ് ഡിസിഷൻസ്, പെട്ടെന്ന് പറയുന്ന ഡിസിഷൻ എടുക്കാൻ പറ്റും. ബട്ട് ഇവിടെ എന്ത് വേണം? ഫ്രഞ്ച് ഗവൺമെന്റ് പെർമിഷൻ വേണം. അതുകൊണ്ട് തന്നെ ഫ്രാൻസിന് ഇവിടെ പവർ കൺസോളിഡേറ്റ് ചെയ്യാൻ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഫ്രം ദ ഗവൺമെന്റ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് നേവി വാസ് മച്ച് സുപ്പീരിയർ ടു ഫ്രഞ്ച്. വളരെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷ് നേവി എന്ന് പറയുന്നത് ഫ്രഞ്ച് നേവി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സുപ്പീരിയർ ആയിട്ടുള്ള നേവി, സയന്റിഫിക്കലി ഫാർ മോർ സുപ്പീരിയർ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന് വളരെ ഈസി ആയിരുന്നു ഫ്രഞ്ച് ഷിപ്പിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യാനൊക്കെ. അതേപോലെ കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ് were all under English control while പോണ്ടിച്ചേരി was under French control. ഇംഗ്ലീഷിന്റെ അണ്ടറിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്ഥലങ്ങളെല്ലാം ഇംഗ്ലീഷ് അണ്ടറിലാണ്. കൽക്കട്ട, മദ്രാസ്, അതേപോലെ ബോംബെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെന്റേഴ്സ് ആണ് ഇന്ത്യയിൽ. ഇത് മൊത്തം അണ്ടർ ഇംഗ്ലീഷും. അതേപോലെ തന്നെ ഫ്രാൻസിന്റെ അണ്ടറിൽ എന്താണ്? പോണ്ടിച്ചേരി മാത്രം. അത് തന്നെ ഒരു ഡിഫറൻസ് ആണ്. ലൈക്ക് ബാലൻസ് ഓഫ് പവർ അവിടെ മെയിൻറ്റെയിൻ ആവുന്നില്ല. ഇംഗ്ലീഷിൽ പെട്ടെന്ന് കൂടുതൽ പവർ ഉണ്ടാക്കാൻ പറ്റി ഇവിടെ. ഫ്രഞ്ച് പ്രയോറിറ്റൈസ്ഡ് ടെറിട്ടോറിയൽ അംബിഷൻ ഓവർ ബിസിനസ് ഇൻട്രസ്റ്റ്, ലീവിംഗ് ഫ്രഞ്ച് എന്റർപ്രൈസ് ക്യാഷ് ട്രാപ്ഡ്. അവരുടെ ട്രേഡൊക്കെ അവർക്ക് തന്നെ ഒരുപാട് നഷ്ടം വരുത്തുന്ന രീതിയിലാക്കി മാറി അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ ഫ്രഞ്ചിന് വിചാരിച്ച രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനോ ഒരു പവർ കൺസോളിഡേറ്റ് ചെയ്യാനോ ഇവിടെ പറ്റിയിട്ടില്ല. ലാസ്റ്റ് വൺ ഇസ് ഡെയിൻസ്. ഡെയിൻസ് അത്ര ഇമ്പോർട്ടന്റ് കമ്പനി ഒന്നും അല്ല. ജസ്റ്റ് കുറച്ച് ഒരു 2-3 ഫാക്ച്വൽ കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യാനുള്ളൂ. In 1616, the Danish East India Company was created, and in 1620 they opened a factory in Tranquebar. ആദ്യത്തെ ഇവരുടെ ഫാക്ടറി ട്രാൻകോബാറിലാണ്, തഞ്ചാവൂരിനടുത്ത്, on this eastern coast. On India's eastern coast. Serampore near Calcutta was their main settlement. Serampore ആരുടെ സെറ്റിൽമെന്റ് ആണ് ചോദിക്കും? ഡെയിൻസിന്റെ സെറ്റിൽമെന്റ് ആണ്. In 1845, the Danish industries were sold to British government despite the fact they were unimportant at the time. അതാണ് ഈ ഡാനിഷ് സെറ്റിൽമെന്റ്സ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഫൈനലി എല്ലാം ബ്രിട്ടീഷിന് സോൾഡ് ഓഫ് ചെയ്താണ് ചെയ്തിട്ടുള്ളത്. The Danes are better recognized for their missionary work than for their commercial endeavors. ഇവർ കൂടുതലും മിഷണറീസ് ആണ്, അതായത് കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഒക്കെ വളരെ കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഫാക്ടറീസ് ഒക്കെ ഫൈനലി ബ്രിട്ടീഷ് അക്വയർ ആണ് ചെയ്തത്. തമ്മിൽ വലിയ ഫൈറ്റോ അങ്ങനെയൊന്നും ഉണ്ടാവേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. ജസ്റ്റ് ഓർത്ത് വെക്കുക, ട്രാൻകോബാർ ആണ് ഇവരുടെ ഫസ്റ്റ് കമ്പനി. 1660 ഇവരുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തത്. നോക്കുക, അങ്ങനെ ഫാക്ച്വൽ കണ്ടന്റ് മാത്രം ഓർത്ത് വെക്കുക. സോ ഇംഗ്ലീഷ് സക്സസ് അഗെയിൻസ്റ്റ് അതർ യൂറോപ്യൻ പവേഴ്സ്, ഇതാണ് ഫൈനൽ ടോപ്പിക്. നമ്മൾ ഇത്ര നേരം പറഞ്ഞു, ഞാൻ തുടക്കത്തിലും പറഞ്ഞു, ഇംഗ്ലീഷ് ആണ് ഫൈനലി പവർഫുൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്തത്. ബാക്കി എല്ലാ കമ്പനീസും എന്താണ്, ബാക്കി എല്ലാ കൺട്രീസും എന്താ പറയുക, യൂറോപ്യൻ കമ്പനീസും ഫൈനലി ഇംഗ്ലീഷിന് മുമ്പിൽ തലകുനിക്കേണ്ടി വന്നു. ബ്രിട്ടീഷ് ഫൈനലി പവർഫുൾ ആയി ഇന്ത്യയിൽ. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പൊ ഇത്രത്തേരം ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത് റോയൽ നേവി ഓഫ് ബ്രിട്ടൻ കുറച്ച് സുപ്പീരിയർ ആയിരുന്നു. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അറൈവ് ലേറ്റ് ഇൻ അതർ യൂറോപ്യൻ കൺട്രീസ് അലോവിങ് ഇംഗ്ലണ്ട് ടു പ്രിസർവ് ഇറ്റ്സ് ഡോമിനേഷൻ. ഇത് നിങ്ങൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒക്കെ ഇംഗ്ലണ്ടിൽ നേരത്തെ സംഭവിച്ചു. അവരുടെ ടെക്നോളജി ഒക്കെ നേരത്തെ തന്നെ അഡ്വാൻസ്ഡ് ആയി. അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു പ്രിവിലേജ് ഇംഗ്ലീഷുകാർക്ക് ഉണ്ടായിരുന്നു, ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിനൊക്കെ വേണ്ടി. അതുപോലെ ബ്രിട്ടീഷ് സോൾജേഴ്സ് വർ വെൽ ട്രെയിൻഡ് ആൻഡ് ഡിസിപ്ലിൻ കമ്പയർഡ് ടു അതർ കൺട്രീസ്. അതും ഇവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഇൻ കമ്പാരിസൺ ടു സ്പെയിൻ, പോർച്ചുഗൽ ആൻഡ് ഡച്ച്, ബ്രിട്ടൻ വാസ് ലെസ് റിലീജിയസ്ലി പാഷനേറ്റ്. ബാക്കിയുള്ളവരൊക്കെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യണം. ഇപ്പോൾ പോർച്ചുഗലൊക്കെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യണം. അങ്ങനെ ഇവിടെ ഒരുപാട് ഇൻഹ്യൂമൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ കൂടുതലും കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റും ഫോർട്ട് ബിൽഡ് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നുപോയി. ആൻഡ്
The Bank of England, the world's first central bank, was formed to sell government debt to money markets on the promise of fair return if Britain defeated competing countries such as France and Spain. അതായത് ഒരുപാട് മോണിറ്ററി ബെനിഫിറ്റ്സും ബ്രിട്ടീഷിന് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ കൺട്രീസിനെ എന്താ പറയുക സബ്ജുഗേറ്റ് ചെയ്തിട്ട് ഇവർ പവർഫുൾ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മോണിറ്ററി ബെനിഫിറ്റ്സ് കൂടെ ഇവർക്ക് കിട്ടും എന്നുള്ള ഒരു കണ്ടീഷനും കൂടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ആക്ച്വലി ഇംഗ്ലീഷ് ബിക്കെയിം ദി സുപ്പീരിയർ പവർ ഇൻ ഇന്ത്യ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഇംഗ്ലീഷ് ഇവിടെ ഒരു സുപ്പീരിയർ പവർ ആയെന്നുള്ളതാണ്. ബാക്കി യൂറോപ്യൻ പവേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഫൈനലി ഇംഗ്ലീഷിന് ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റി. ആൻഡ് റെസ്റ്റ് ഓഫ് ദി മോഡേൺ ഹിസ്റ്ററി ഇംഗ്ലീഷ് ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ താങ്ക് യു.